കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല രാത്രിയിൽ പിന്നെയും ഒരിക്കൽ കൂടെ മഹത്വമെടുക്കുമാറാകട്ടെ. ഈ യോഗങ്ങളുടെ അവസാനത്തെ സന്ധ്യാസമയത്ത് ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ സ്നേഹിച്ച് ഇവിടേക്ക് ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചതായ ഡിസ്ട്രിക്ട് ചെയർമാനും കമ്മിറ്റി അംഗങ്ങൾക്കും കർത്താവിൻ്റെ നാമത്തിൽ ഉള്ളതായ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അധ്യക്ഷനായിരിക്കുന്ന പ്രിയാച്ചൻ, ഡിസ്ട്രിക്ട് ചെയർമാൻ, വേദിയിലായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ, സുവിശേഷകർ, ഈ യോഗത്തിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുന്നതായ പ്രിയപ്പെട്ടവർ എല്ലാവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കും സഹോദരന്മാരായി ഒരുമിച്ച് നിന്ന് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ 3 സന്ധ്യാസമയങ്ങളെ കർത്താവ് ഒരുക്കിയ വിലയേറിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. നന്ദി പറഞ്ഞ പ്രിയ സഹോദരൻ പറഞ്ഞതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ വളരെ ശക്തമായ സ്വാധീനം ദൈവത്തിൻ്റെ കൃപയാൽ ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ട് ചെലുത്തുവാൻ ഗുണം ക്രൈസ്റ്റ് സെൻ്ററിനെ ദൈവം ബലപ്പെടുത്തി. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് സ്ഥാനത്ത് ഏത് സമയത്ത് വേണമെങ്കിലും നൂറുകണക്കിന് ദൈവിക ദൂതുകൾ കേൾക്കുവാൻ ഗുണമുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുവാൻ ഗുണം കഴിയും. അത് ആൻഡ്രോയിഡിലും iOS-ലും ആൻഡ്രോയിഡ് സിസ്റ്റത്തിലും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലും അതുപോലെ ആപ്പിളിലും ക്രൈസ്റ്റ് സെൻ്റർ .in അല്ലെങ്കിൽ ക്രൈസ്റ്റ് സെൻ്റർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ദൂതുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുവാൻ കഴിയുന്നതാണ്. ഞാൻ നിങ്ങളെ അതിനായി ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾക്കായി ശുശ്രൂഷിപ്പാൻ ലഭിച്ച ഈ അവസരം ഒരു ഭാഗ്യമായി, ഒരു പദവിയായി കരുതുന്നു. ദൈവം നമ്മെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു ജീസസ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാണ്. താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ കണ്ണുകളടച്ച് 2 കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തി ഒരു നിമിഷം എല്ലാവരും അധരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തോത്രം ചെയ്താണ്. ഈ 3 രാത്രികളും കർത്താവ് നമുക്ക് വലിയ ചെയ്യുകയുണ്ടായി. ഈ രാത്രികളും ദൈവം നമുക്കായി വലിയ ചെയ്യുമാറാകട്ടെ. കണ്ണുകളെ അടച്ച് 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജീവനുള്ള എല്ലാവരും ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് വായ്കളെ തുറന്ന് സ്തോത്രം പറഞ്ഞ് ശബ്ദമുയർത്തി Thank you, Jesus. We praise your holy name. ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി, ഇന്നയോളം എന്നെ നടത്തി, ഇന്നയോളം എന്നെ പുലർത്തി. എൻ്റെ യേശു എത്ര നല്ലവൻ, അവനെന്നും മതി
ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനുമായി കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട യോഗത്തിന്റെ അവസാന രാത്രിക്കായി നന്ദിയോടെ സ്തോത്രം. ഏതൊരു കാര്യത്തിന്റെ ആരംഭത്തെ കാണും അതിന്റെ അവസാനത്തെ നല്ലതാക്കി തീർക്കുന്നവനായ ദൈവം, ഈ രാത്രിയിൽ ഞങ്ങളുടെ മധ്യത്തിൽ ആഗതനായി ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. സ്വർഗ കവാടങ്ങൾ ഞങ്ങൾക്കായി തുറക്കപ്പെടട്ടെ. വചനത്തിന് വാതിൽ അവിടുന്ന് തുറന്നാട്ടെ. ഞാൻ എൻ്റെ സഭയെ പണിയും പാതാള ഗോപുരങ്ങളിൽ തന്നെ ചെയ്യുകയില്ല എന്നാൽ ചെയ്ത യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആത്മേശ്വത്തോഷി വിരുദ്ധമായി വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ ശക്തികളെ, എല്ലാ സാത്താന്യ വ്യാപാരങ്ങളെ ശാസിച്ച് അവിടെ മേൽ ചെയ്യപ്പെട്ടെക്കുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും എന്നാൽ ചെയ്ത യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാ പൈശാചിക ഉപരോധങ്ങളെ, എല്ലാ മാനുഷിക പ്രതിരോധങ്ങളെ ശാസിക്കുന്നു. എല്ലാ വ്യർത്ഥ പാരമ്പര്യങ്ങളെ, മതവ്യാപാരങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഫൽസിച്ചു മാറ്റി ജയമെടുക്കുന്നു. വെള്ളത്തിന് മീതെ പരിവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യത്തിൽ ചലിക്കപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയുണ്ടോ അവിടെ വിടുതലുണ്ട്. ഈ രാത്രിയിലും ദൈവിക സ്വാതന്ത്ര്യവും വിടുതലും വിശ്വസിക്കുന്ന ഈ ജനത്തിന്മേൽ ഒരറ്റം മുതൽ മരറ്റം വരെ ഈ ഗ്രൗണ്ട് മുഴുവൻ വ്യാപരിക്കപ്പെടട്ടെ. സ്വർഗീയ സ്വാതന്ത്ര്യവും സാമീപ്യവും യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിപ്പാക്കണം പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ വാതിൽ തുറക്കും, അവിടുന്ന് തന്നെ ഞങ്ങൾക്കായി ശുശ്രൂഷിക്കും. അയാളുടെ വലിയ നാമത്തെ അവിടുന്ന് മഹത്വപ്പെടുത്തും. യേശുവിൻ്റെ വിലയുടെ നാമത്തിൽ തന്നെ ആമേൻ. രണ്ട് കരങ്ങളെ അടിച്ച് വലിയവനായ കർത്താവിനെ ഈ രാത്രി എല്ലാവരും മഹത്വപ്പെടുത്തിയാണ്. യോബിന്റെ പുസ്തകം പറയുന്നു, കരങ്ങളെ അടിച്ച് ദുഷ്ടനെ പുറത്താക്കി കളക. രണ്ട് കരങ്ങളെ അടിച്ച് എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തെ സ്തുതിച്ച വലിയ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലിരുന്നാണ്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിൽ നിന്നാണ് ഈ 3 രാത്രികളും ദൈവത്തിൻ്റെ കൃപയാൽ നാം കേട്ടത്. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 41-ാം വാക്യത്തിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെത്തിയിരിക്കാൻ. അവൻ തൻ്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. We have found the Messiah, which translated, which means Christ. ഞങ്ങൾ ക്രിസ്തുവെ എന്ന് വെച്ചാൽ മെശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് അന്ത്രയോസ് എന്ന അപ്പോസ്തലൻ ശീമോൻ പത്രോസിനോട് അതെ പറയുകയാണ്. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി, പഴയ നിയമത്തിലെ ഏത് ദൈവിക പദ്ധതികൾ നോക്കിയാലും അത് പൂർണ്ണമല്ല. എബ്രായർ 1:1 പറയുന്നു, ഭാഗമായിട്ടാണ് ദൈവം പഴയ നിയമത്തിൽ തൻ്റെ പദ്ധതികളെ ചെയ്തത്. വിവിധമായിട്ടാണ് ദൈവം ചെയ്തത്. ഒരു വീട് വയ്പുമായിട്ടുള്ള ബന്ധത്തിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൽ ഒരുത്തനോട് ദൈവം പറഞ്ഞു വാനമെടുക്ക്, മറ്റൊരാളിനോട് പറഞ്ഞു ഫൗണ്ടേഷൻ ഉണ്ട്, വേറെ ആളിനോട് പറഞ്ഞു ചുവര് കെട്ട്, വേറൊരാളിനോട് പറഞ്ഞു വാതിലും ജനലും ഫിക്സ് ചെയ്യ്, വേറൊരാളിനോട് പറഞ്ഞു സ്തോത്രം പൂശ്, മറ്റൊരാളിനോട് പറഞ്ഞു പെയിൻ്റ് അടിക്കുക. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അടിസ്ഥാനം മുതൽ പെയിൻറ്റിങ് വരെയുള്ളതായ സകലതും ക്രമീകരിച്ചിട്ട് കർത്താവ് യേശു വന്നതായ ആ താക്കോലിനെ തന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, കയറി താമസിച്ചോ. കാരണം പഴയ നിയമത്തിൽ ഭാഗമായി ചെയ്തത്. പുതിയ നിയമത്തിൽ കർത്താവ് കാലസമ്പൂർണത വന്നപ്പോൾ പൂർണ്ണതയുടെ ദൈവം പൂർണ്ണമായി തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. അഭിഷേകത്തിൻ്റെ കാലത്തിലും അത് തന്നെയാണ് ദൈവം ചെയ്തത്. പുരോഹിതന്മാർക്ക്, പ്രവാചകന്മാർക്ക്,
രാജാക്കന്മാർക്ക് എന്നിങ്ങനെ വിഭാഗിച്ച് നൽകിയത് കർത്താവ് യേശുവിൻ്റെ കേസിൽ, യേശു കർത്താവിൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി നൽകിയുണ്ടായി. ഏലിയാവിൻ്റെ മേൽ നിന്ന് അഭിഷേകം എലീശായുടെ മേൽ പുതപ്പായിട്ടാണ് വന്നത്. പ്രവചന അഭിഷേകം പുതപ്പെടുന്നതുപോലെ എലീശായെ പുതിയുകയുണ്ടായി. അഹരോന്റെ മേൽ അഭിഷേക തൈലമാണ് പൗരോഹിത്യ രൂപമത്തിൽ ഇറങ്ങി വന്നത്. ദാവീദിന്റെ മേൽ സ്തോത്രം അഭിഷേകം അതേ തൈലമായിട്ടാണ് വന്നത്. എന്നാൽ യേശുവിൻ്റെ മേൽ തൈലമായിട്ടോ പുതപ്പായിട്ടോ അല്ല വന്നത്, പകരം പരിശുദ്ധാത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേൽ കടന്നു വന്നതായി വേദപുസ്തകം പറയുന്നു. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ സുവിശേഷം 3:34 വായിക്കുമ്പോൾ, വിതൗട്ട് എനി മെഷർ, അളവില്ലാത്തൊരു അഭിഷേകം പരിശുദ്ധ ആത്മാവ് പ്രാവന്ന ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേൽ പിതാവായ ദൈവം പകരുകയുണ്ടായി. അപ്പോസ്തലർ പ്രവൃത്തി 10:38 പറയുന്നു, ഹൗ ഗോഡ് അനോയിന്റഡ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറത്ത് with the Holy Ghost and with the power, and he was doing good and healing all those who were oppressed by the devil, because the Lord was with him. പിതാവായ ദൈവം നസ്രേന യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തത് ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ പിശാച് ബാധിച്ചവരൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് നടന്നതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. സഹോദരങ്ങളെ, പരിശുദ്ധ ആത്മാവിൻ്റെ പൂർണ്ണ അഭിഷേകം പ്രാവന്ന ദേഹരൂപത്തിൽ യേശുവിൻ്റെ മേൽ ദൈവം നൽകിയുണ്ടായി. എലീശായുടെ മേൽ, ദാവീദിൻ്റെ മേൽ, അഹരോന്റെ മേൽ, പഴയ നിയമ ഏത് ഭക്തന്മാർ നോക്കിയാലും പാർട്ട് ബൈ പാർട്ടായി ദൈവം നൽകിയത് യേശു കർത്താവിൻ്റെ മേൽ പൂർണ്ണമായി ദൈവം നൽകി. അതുകൊണ്ട് പുതിയ നിയമത്തിലായിരിക്കുന്ന നമുക്ക് ഭാഗികമായിട്ടല്ല ദൈവം അഭിഷേകം നൽകുന്നത്, പകരം എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറയുവാൻ തക്കണം പൂർണ്ണമായി, ഒരിക്കൽ കൂടെ സമ്പൂർണ്ണമായിട്ടത്രേ ദൈവം നമ്മെ അഭിഷേകം ചെയ്യുന്നത്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ സ്തോത്രം. പ്രവാചകന്മാരെ ദൈവം അഭിഷേകം ചെയ്തു. ഇന്നലെ രാത്രി നമ്മൾ ഗംഭീരമായി കേട്ടു. പുരോഹിതന്മാരെ ദൈവം അഭിഷേകം ചെയ്തു. 1 ശമൂവേൽ 10:1, 1 ശമൂവേൽ 16:13 വേദപുസ്തകം പറയുന്നു, ദൈവം രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നു. ഈ രാത്രി നാം കേൾക്കുന്നതായ വിഷയം, യേശു കർത്താവ് അവൻ രാജാവ് എന്നല്ല. 1 തീമോഥെയോസ് 6:16 അനുസരിച്ച് യേശു രാജാതി രാജാവത്രേ. കർത്താവ് യേശു രാജാതി രാജാവത്രേ. ചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ വേദപുസ്തകം പരിശോധിച്ച് നോക്കിയാലും വ്യക്തിമുദ്ര പതിപ്പിച്ചതായ പല രാജാക്കന്മാരെ നിങ്ങൾക്ക് കാണുവാൻ തക്കോണം കഴിയും. സമർത്ഥനായ ദാവീദിനെ നമുക്ക് കാണുവാൻ കഴിയുന്നു. മഹത്വത്തിൽ പുതിയപ്പെട്ടതായ ശലോമോനെ തൊട്ടടുത്ത അധ്യായങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ചരിത്രത്തിലേക്ക് നോക്കുമ്പോഴും നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉൾപ്പെടെയുള്ളതായ പല രാജാക്കന്മാരെ കാണുവാൻ കഴിയും. എന്നാൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്തോത്രം സെക്കുലർ എഡ്യൂക്കേഷനിൽ പോലും നിറഞ്ഞു നിൽക്കുന്നതായ ഭയങ്കര ഒരു രാജാവത്രേ സിക്കന്ദർ അല്ലെങ്കിൽ അലക്സാണ്ടർ തൻ്റെ ചൈത്രയാത്ര വളരെ ചെറുപ്രായത്തിൽ തന്നെ തുടങ്ങിയുണ്ടായി. ഒരുപക്ഷെ ആ 2ാമത്തെ റോയിൽ ഇരിക്കുന്ന ബോയ്സിൻ്റെ പ്രായത്തിൽ നിങ്ങൾക്കൊരു 12-14 വയസ്സ് പ്രായമാണെങ്കിൽ ആ ചെറിയ പ്രായത്തിലെ സിംഹാസനത്തിലേക്ക് കയറിയ ഒരു മനുഷ്യനാണ് അലക്സാണ്ടർ. എന്തോ ദൈവത്തിൻ്റെ ഭയങ്കര ഫേവർ അലക്സാണ്ടറിന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ടും ദാനിയേൽ ഉൾപ്പെടെയുള്ളതായ പ്രവാചകന്മാർ അലക്സാണ്ടറിനെ കുറിച്ച് പ്രവചിച്ചത് കൊണ്ടും ആർക്കും പിടിച്ചു കെട്ടുവാൻ കഴിയാത്തതായ ഒരു പടക്കുതിര പോലെ അലക്സാണ്ടർ മുന്നോട്ട് കുതിച്ചു. സൈന്യങ്ങളെ തകർത്തു, രാജാക്കന്മാരെ ഉടച്ചു, സിംഹാസനങ്ങളെ തകർത്തെറിഞ്ഞു, സാമ്രാജ്യങ്ങളെ പിടിച്ചടക്കുകയും അലക്സാണ്ടർ ഇതാ മുന്നേറുകയുണ്ടായി. അവസാനം ഒരേ ഒരു ദുഃഖം മാത്രമേ തനിക്കുണ്ടായിരുന്നുള്ളൂ. ഇനി എനിക്ക് കീഴടക്കുവാൻ രാജ്യങ്ങളില്ലല്ലോ, ഇനി എനിക്ക് പരാജയപ്പെടുത്തുവാൻ രാജാക്കന്മാരില്ലല്ലോ, സ്വരാജ്യങ്ങളെയും രാജാക്കന്മാരെയും പരാജയപ്പെടുത്തുവാൻ ഇനി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ചതായ ഒരു മനുഷ്യനായിരുന്നു, ഒരു ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വടക്കൻ പ്രദേശങ്ങളെ കീഴടക്കുന്നതായ സമയത്ത് വിഷബാധയേറ്റ് സ്വന്തം ദേശത്തേക്ക് താൻ മടങ്ങിപ്പോയി. ആ വിഷബാധയേറ്റ് മരണക്കിടക്കയിലേക്ക് താൻ വീഴ്ത്തപ്പെട്ടു. ജനം രോഗക്കിടക്കെന്ന് ആ കിടക്കയെ വിളിച്ചപ്പോൾ അലക്സാണ്ടർ തൻ്റെ രാജ്യത്തിലെ ബുദ്ധിമാന്മാരെ ഡിപ്ലോമാറ്റ്സിനെ വിളിച്ചു വരുത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ഇത് രോഗക്കിടക്കയല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് വീണ്ടും എഴുന്നേൽക്കുവാൻ കഴിയും, എന്നാൽ ഇത് മരണക്കിടക്കയാണ്. ഐ എം നോട്ട് ഗോയിങ് ടു ഹാവ് എ റിക്കവറി ഫ്രം ഇറ്റ്. എനിക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ ഗുണം കഴിയത്തില്ല. അതുകൊണ്ട് തന്നെ രാജ്യത്തിലെ ഉന്നതന്മാരെ നോക്കി താൻ ഇപ്രകാരം പറഞ്ഞു, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അലക്സാണ്ടർ എന്ന ഞാനിതാ മരിക്കുവാൻ പോകുകയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഞാൻ തുടങ്ങി, ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്നാണ് ഞാൻ ആരംഭിച്ചത്. എൻ്റെ ചെറിയ പ്രായത്തിലെ ഒന്നുമില്ലായ്മത്തിന് മേൽ നിന്ന് ഞാൻ തുടങ്ങി.
ഇപ്പോൾ ഇതാ ഒന്നുമില്ലാത്തവനായി ഞാൻ ഇതാ തീരുവാൻ വേണ്ടി പോകുന്നു. ലോകം പറയുന്നു എൻ്റെ പദവി, എൻ്റെ സ്ഥാനം ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും വലിയ ധനികനായ രാജാവാണ് ഞാൻ. അലക്സാണ്ടറായ ഞാൻ ഒന്നുമേ കൊണ്ടുപോകിയിട്ടേ ഇല്ല, ഒന്നുമേ ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകുന്നില്ല എന്ന് മുഴുവൻ ലോകവും കാണേണ്ടതിന് വേണ്ടി ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ശവപ്പെട്ടിയിൽ 2 ദ്വാരങ്ങളെ ഉണ്ടാക്കി ഒഴിഞ്ഞ കരങ്ങളെ പുറത്തേക്കിട്ട് നിങ്ങൾ എന്നെ അടയ്ക്കണം. ആ രാജ്യത്തിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന അതായത് ബുദ്ധിമാന്മാർ അത് കേട്ടു, തൻ്റെ മന്ത്രിമാരും തൻ്റെ സചിവരും അത് കേൾക്കുകയുണ്ടായി. അലക്സാണ്ടർ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ അബോധാവസ്ഥയിലേക്ക് വീണു. എന്നിട്ട് അദ്ദേഹം മരിച്ചു എന്ന് ചരിത്രം പറയുന്നു. താൻ പറഞ്ഞതുപോലെ തന്നെ ശവപ്പെട്ടിയിൽ 2 ദ്വാരമുണ്ടാക്കി ആ ദ്വാരത്തിന് പുറത്ത് ഒഴിഞ്ഞ കരങ്ങളെ പുറത്തേക്കിട്ട് അലക്സാണ്ടറിനെ അവർ അടക്കി. മുഴു ലോകവും വിളിച്ചു പറഞ്ഞു, വിത്ത് ആൻ എംപ്റ്റി ഹാൻഡഡ് മാൻ, ഒഴിഞ്ഞ കരത്തോടെ അലക്സാണ്ടർ യുഗം അവസാനിച്ചു. ഒഴിഞ്ഞവനായി തുടങ്ങിയവനായ അലക്സാണ്ടർ ഒഴിഞ്ഞവനായി തീർന്നു. വീണ്ടും ഒഴിഞ്ഞവനായി തുടങ്ങിയവനായ അലക്സാണ്ടർ ഒഴിഞ്ഞവനായി തീർന്നു. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലായ്മയിൽ സകലത്തിന് ഉള്ളതിരപ്പിൽ വിളിച്ചു വരുത്തിയവനായ ദൈവത്തിന്റെ പുത്രനായ യേശു കാലസമ്പൂർണതയിൽ ഈ ലോകത്തിൽ നിന്നിലേക്ക് കടന്നു വന്നു. ഒഴിഞ്ഞ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും വാക്കിനാൽ വിളിച്ചു വരുത്തി തന്റെ സൃഷ്ടിയാൽ നിറച്ചവനായ ദൈവം ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത് നിമിത്തം തിരുവചന പ്രകാരം ക്രൂശിന്മേൽ മരിച്ച്
തിരുവചന പ്രകാരം അരിമത്തിലെ യോസെഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് തിരുവചന പ്രകാരം 3-ാം ദിവസം തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റു. എവിടെയാണ് ഒഴിഞ്ഞത്? യേശുവിന്റെ കല്ലറയാണ് ഒഴിഞ്ഞത്. യേശുവിന്റെ ജീവിതം ഒഴിഞ്ഞില്ല. അലക്സാണ്ടർ കരങ്ങവും ജീവിതവും ഒഴിഞ്ഞു. ചക്രവർത്തിമാരുടെയും പ്രസിഡന്റുമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും കരങ്ങൾ, ജീവിതങ്ങൾ, സിംഹാസനങ്ങൾ ഒഴിഞ്ഞപ്പോൾ യേശുവിന്റെ കല്ലറ മാത്രം ഒഴിഞ്ഞു. അർത്ഥം, സ്തോത്രം, മരണത്തെ അവന് പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് എപ്രകാരം? വെളിപ്പാട് പുസ്തകം 17:14, വെളിപ്പാട് പുസ്തകം 19:16 ആവർത്തിച്ച് തിരുവചനം പറയുന്നു. യേശു രാജാതി രാജാവായി, കർത്താതി കർത്താവായി, ദൈവാതി ദൈവമായി യേശു ജീവിക്കുന്നു. യേശു രാജാതി രാജാവായി ജീവിക്കുന്നു. കിങ് ഓഫ് കിങ്സ്, കിങ് ഓഫ് കിങ്സ്, രാജാക്കന്മാരുടെ രാജാവായി യേശു ജീവിക്കുന്നു. രാജാക്കന്മാരുടെ രാജാവായി യേശു ജീവിക്കുന്നു. ഹേ, ആരാണ് രാജാക്കന്മാർ? പുതിയ നിയമസഭയെ നോക്കി പരിശുദ്ധാത്മാവ് ഇപ്രകാരം സാക്ഷ്യം പറയുകയാണ്. ഭൂമിയിൽ പുതിയ നിയമസഭ നിങ്ങളും ഞാനും പുരോഹിതന്മാരായിരിക്കുന്നു, രാജാക്കന്മാരുമായിരിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾ സ്തോത്രം പറയാത്തതുകൊണ്ട് ആവർത്തിച്ച് പറയട്ടെ. നിങ്ങൾ ആരാണ്? ഭിക്ഷക്കാരല്ല. നിങ്ങൾ പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടമല്ല. ചിലപ്പോൾ ചിലരെ വിളിച്ച് ഈ മൈക്ക് കൊടുത്തിട്ട് നിങ്ങളുടെ സാക്ഷ്യം ഒരു 5 മിനിറ്റ് പറയാൻ വേണ്ടി പറഞ്ഞാൽ, അല്ലെങ്കിൽ 10 മിനിറ്റ് പറയാൻ വേണ്ടി പറഞ്ഞാൽ, സാധാരണ ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പുഴുവാണ്, ഞാൻ തുരുമ്പാണ്, ഞാൻ പൊടിയാണ്, ഞാൻ ഒന്നുമല്ലാത്തവനാണ്, ഞാൻ ഏഴയാണ്, എനിക്ക് ഈ അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പറഞ്ഞ മുഴുവൻ കള്ളമാണ്. നീ പുഴുവല്ല, തുരുമ്പല്ല, ചിലപ്പോൾ കൃമിയായിരിക്കാം, പക്ഷെ നീ പുഴുവല്ല, നീ തുരുമ്പല്ല, കൃമിയല്ല, സ്തോത്രം, നീ ഭിക്ഷക്കാരനാകുന്ന ഏഴയുമല്ല. പകരം നീ ആരാണ്? തിരുവചനം പറയുന്നു, നിങ്ങൾ രാജാക്കന്മാരത്രേ, നിങ്ങൾ പുരോഹിതന്മാരത്രേ. കാരണം നീ ഒരു ദൈവത്തിന്റെ പൈതലെങ്കിൽ, യേശു കർത്താവിന്റെ കൃപയാൽ നിങ്ങൾ രക്ഷകനും കർത്താവായ യേശുവിനെ സ്വീകരിച്ചുവെങ്കിൽ, കഴിഞ്ഞ 2 രാത്രികൾ ഏറ്റവും മനോഹരമായ ചിത്രമായിരുന്നു. 100 കണക്കിന് വ്യക്തികളാണ് കണ്ണുനീരോടെ കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത്. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആധാർ കാർഡിൽ പേര് കാണത്തില്ല, റേഷൻ കാർഡിലും പാസ്പോർട്ടിലും ഒരു പക്ഷെ പേര് കാണത്തില്ല, സാരമില്ല. പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിനെ കർത്താവ് എഴുതി കഴിഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരിനെ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നീയും ഞാനും പിശാചിന്റെ കയ്യിലെ കളിപ്പാട്ടം അല്ല. സ്തോത്രം. യെസേക്കിയേൽ അവസാന അധ്യായം അവസാന വാക്യം വേദപുസ്തകം പറയുന്നു, ദൈവം നിങ്ങളോട് കൂടെയാണ്. സ്തോത്ര. കൊലോസ്യർ 1:27 പറയുന്നു, മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പോസ്തലപ്രവൃത്തി 1:8 പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാണ്. എബ്രായലേഖനം 1:14 പറയുന്നു, ദൂതന്മാർ നിങ്ങളുടെ ചുറ്റുമാണ്. അതാണ് പുതിയ നിയമവിശ്വാസി. ഒരിക്കൽ കൂടെ പുതിയ നിയമവിശ്വാസിയെ ഞാൻ പരിചയപ്പെടുത്തട്ടെ. ഏഴയും പുഴുവും കൃമയും തുരുമ്പും പൊടിയും ഒന്നല്ല പുതിയ നിയമവിശ്വാസി. അത് പിശാചിന്റെ കള്ളമാണ്, അത് സാത്താന്റെ ഭോഷ്കാണ്. പകരം പുതിയ നിയമവിശ്വാസി, God is with you. ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു കർത്താവ് നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. നിങ്ങൾ മിണ്ടുന്നില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. യേശു നിന്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേലുണ്ട്. ദൂതന്മാർ നിന്റെ ചുറ്റുമുണ്ട്. ക്രിസ്തു യേശുവിന്റെ കൃപയാൽ you are more than conqueror in Christ Jesus. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങൾ പൂർണ്ണ ജയം പ്രാപിക്കുന്നവരത്രേ. ഇന്ന് രാത്രിയിലും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതെ, തോൽക്കാനല്ല, ജയിപ്പാനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ രാജാക്കന്മാരത്രേ, പുരോഹിതന്മാരത്രേ. ഭൂമിയിൽ നമ്മൾ രാജാക്കന്മാർ ആയിരിക്കുമ്പോൾ സ്വർഗത്തിൽ കർത്താവ് രാജാതി രാജാവ് ആയിരിക്കുന്നു. എബ്രായലേഖനം ആവർത്തിച്ച് പഠിക്കുന്നതായ സമയത്ത് എബ്രായലേഖനം 12 അധ്യായങ്ങളിൽ 12 സ്തോത്രം യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു. ആൾറെഡി നമ്മൾ കേൾക്കുകയുണ്ടായി. പ്രവാചകന്മാരെക്കാൾ യേശു വലിയവൻ, ദൂതന്മാരെക്കാൾ യേശു വലിയവൻ, യാഗങ്ങളെക്കാൾ യേശു വലിയവൻ, ആലയത്തെക്കാൾ യേശു വലിയവൻ, അതായത് സമാഗമന കൂടാരത്തെക്കാൾ യേശു വലിയവൻ, മോശയേക്കാൾ കർത്താവ് യേശു വലിയവൻ, പഴയ നിയമവിശുദ്ധന്മാരെക്കാൾ കർത്താവ് യേശു വലിയവൻ എന്നിങ്ങനെ ആവർത്തിച്ചു വരുന്ന എബ്രായലേഖനം അതിന്റെ 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആവർത്തിച്ച് തിരുവചനം പറയുന്നു, യേശു രാജാക്കന്മാരെക്കാൾ വലിയവനത്രേ. കർത്താവ് യേശു രാജാക്കന്മാരെക്കാൾ വലിയവനത്രേ. എപ്രകാരമാണ് രാജാക്കന്മാരെക്കാൾ അവൻ വലിയവനാകുന്നത്?
7:2 വായിക്കട്ടെ. രാജാക്കന്മാരെ ജയിച്ച് മടങ്ങി വരുന്ന അബ്രഹാമിനെ എതിരേറ്റ് അനുഗ്രഹിച്ചു. അബ്രഹാം അവന് സകലത്തിനും 11 കൊടുത്തു. അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നർത്ഥം. അവന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനമായി എന്നേക്കും പുരോഹിതൻ ആയിരിക്കുന്നു. ഒരിക്കൽ കൂടെ, അബ്രഹാം അവന് സകലത്തിനും 11 കൊടുത്തു. അവന്റെ പേരിനാദ്യം നീതിയുടെ രാജാവ് എന്നും പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ് എന്നും അർത്ഥം. വേദപുസ്തകം പറയുന്നു, അബ്രഹാമിന്റെ ആത്മീയ പിതാവായ മെൽക്കിഷെദക്കിനെ കുറിച്ച് ഇവിടെ വേദപുസ്തകം പറയുകയാണ്. മെൽക്കിഷെദക്ക് എന്ന് പറയുന്നത് മറ്റാരുമല്ല, ദൈവത്തിന്റെ പുത്രനായ യേശു കർത്താവ് തന്നെ എന്ന് മിക്കവാറും തിയോളജിയന്മാർ പറയുന്നു. സ്തോത്രം. വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അതോടൊപ്പം വേദപുസ്തകം പഠിക്കുന്നവർക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. കാരണം എന്തോ, അവൻ ആരംഭമില്ല, അവൻ അവസാനമില്ല. ദൈവപുത്രത്തിന് തത്തുല്യമായി തന്നെ അവൻ തുടരുന്നു. അവൻ രാജാക്കന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന പരിശുദ്ധാത്മാവ് എബ്രായർ 7:2 പറയുന്നു. ആദ്യം അവൻ നീതിയുടെ രാജാവ്, പിന്നെ ശാലേം രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവ്. ഒന്നാമതായി ഇന്ന് രാത്രി യേശുവിന്റെ രാജ്യത്വത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആദ്യമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹീസ് ദ കിങ് ഓഫ് പീസ്. അവൻ സമാധാനത്തിന്റെ രാജാവ്. ശബ്ദമുയർത്തി പറഞ്ഞാണ്ട്, യേശു ആരാണ്? സമാധാനത്തിന്റെ രാജാവ്. വായു തുറന്ന് ഒരിക്കൽ കൂടെ പറയാമോ? യേശു സമാധാനത്തിന്റെ രാജാവ്. മൂന്നാമത് ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് പറഞ്ഞേ, യേശു. ഒരിക്കൽ കൂടെ, യേശു സമാധാനത്തിന്റെ രാജാവാണ്. യേശു സമാധാനത്തിന്റെ രാജാവ്. ലോകത്തിൽ 2 കൂട്ടരാണുള്ളത്. ഒന്ന് സമാധാനം ഉള്ളതായ ഒരു ചെറിയ കൂട്ടം, മറ്റൊന്ന് സമാധാനം ഇല്ലാത്തതായ ഒരു വലിയ കൂട്ടം. സമാധാനം ഇല്ലാത്തതായ വലിയ കൂട്ടം അവരാണ് കൂടുതൽ. ആർക്കാണ് സമാധാനമില്ലാത്തത്? വേദപുസ്തകം പറയുന്നു, യെശയ്യാ പ്രവചനം 48:22 വായിക്കുമ്പോൾ, ദുഷ്ട മനുഷ്യർക്ക് സമാധാനമില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ പാപികൾക്ക് സമാധാനമില്ല. നിരാത്രി പദവിയും ബന്ധാവും ലൗകികമായിട്ടുള്ള പല പത്രാസുകളും മനുഷ്യനുണ്ടായിരിക്കാം. പക്ഷേ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യമായ സാന്ത്വന സ്പർശനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, യേശുവിൻ്റെ വിലയേറിയ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ, എന്തൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിലും സ്തോത്രം, യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം ഇല്ല. ഒരു യഥാർത്ഥ സംഭവം പറഞ്ഞ് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കി അതെ ഈ ദൂതനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ദൈവകൃപകൾ ശരണപ്പെടുകയാണ്. ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചു വീഴുന്നതിന് മുൻപ് പുൽപുൾ ജയ്ക്കാർ എന്ന പേരുള്ളതായ പ്രസിദ്ധിയായ ഒരു എഴുത്തുകാരിയെ വിളിച്ചു വരുത്തി. ഇത് ഏതോ സുവിശേഷ പ്രാസംഗികൻ പറഞ്ഞതല്ല, സെക്കുലർ മാഗസിൻ പറഞ്ഞതാണ്. സെക്കുലർ മാഗസിനായ ഇന്ത്യ ടുഡേയിൽ സ്തോത്രം ഈ രാജ്യത്തിൽ മുഴുവൻ അച്ചടിച്ച് ലക്ഷക്കണക്കിന് ജനം വായിച്ച കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഞാൻ പറയുന്നത്. പുൽപുൾ ജയ്ക്കാർ എന്ന് അറിയപ്പെടുന്ന ആ വലിയ എഴുത്തുകാരി ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ഒരു പ്രത്യേക ദിവസത്തിൽ ഇന്ദിരാഗാന്ധി മരിക്കുന്നതിന് ചില ദിവസങ്ങൾക്ക് മുമ്പ് അവർ വിളിച്ചു വരട്ടെ ഇപ്രകാരം പറഞ്ഞു, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഞാൻ. ലോകം മുഴുവൻ ഞാൻ പ്രസിദ്ധിയാണ്. ലക്ഷക്കണക്കിന് ജനത്തെ ഞാനിതാ സ്തോത്രം ലീഡറായിരിക്കുന്നു. അതുപോലെ ലക്ഷക്കണക്കിന് ജനം ദൈവത്തിൻ്റെ തത്തുല്യമായി എന്നെ സ്നേഹിക്കുന്നു. എനിക്ക് പദവിയുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ എനിക്ക് സമാധാനമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുകയാണ്, എനിക്ക് സമാധാനമില്ല. പുൽപുൾ ജയ്ക്കാർ എന്ന ആ എഴുത്തുകാരി ഭവ്യതയോട് ചോദിച്ചു, മാഡം എന്തുകൊണ്ടാണ് അങ്ങക്ക് അവിടത്തേക്ക് സമാധാനമില്ലാത്തത്? അത് ഇപ്രകാരമാണ് പറഞ്ഞത്, അർദ്ധരാത്രി വരെ എൻ്റെ ഓഫീസിലിരുന്ന് ഞാൻ ഫയലുകളെ സ്തോത്രം നോക്കിവിട്ട ശേഷം ഞാൻ എൻ്റെ ബെഡ്റൂമിൽ കയറി അല്പം ഭക്ഷണം കഴിച്ച ശേഷം ഞാൻ ഉറങ്ങാനായി കിടക്കും. ഞാൻ ഉറങ്ങാനായി കിടക്കുമ്പോൾ നിലത്ത് കാല് തൊടാതെ തലമുടി പിരിച്ചിട്ട് വെള്ള വസ്ത്രത്തെ വാരിച്ചുറ്റി നാക്ക് പുറത്തേക്ക് തള്ളി ഒരു ഭീകര സത്വം എൻ്റെ റൂമിൽ നടക്കുന്നത് ഞാൻ കാണും. കാല് നിലത്ത് തൊടത്തില്ല, വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, അതെ നാക്ക് പുറത്തേക്ക് കിടക്കുന്നു, തലമുടി പിരിച്ചിട്ടിരിക്കുന്നു, എൻ്റെ റൂമിൽ നടക്കുകയാണ്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. നിങ്ങൾ പറയുന്നു പ്രധാനമന്ത്രിയുടെ റൂമിൽ ഭൂതം നടക്കും. അത്യുന്നത മറവിലും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുന്ന ഒരു ദൈവപൈതലിൻ്റെ റൂമിൽ പോയിട്ട് അവൻ്റെ കോമ്പൗണ്ടിൽ പോലും ദുരാത്മാക്കൾക്ക് നടക്കുവാൻ കഴിയത്തില്ല. അവർ പറയുന്നു, ഞാൻ ആ ഭീകര സ്വത്വം കാണുമ്പോൾ ഞെട്ടും, നിലവിളിക്കും, സ്തോത്രം ലൈറ്റ് ഓൺ ചെയ്യും, റൂം ശൂന്യമായിരിക്കും. വീണ്ടും ഉറങ്ങി വരുമ്പോൾ വീണ്ടും കാണും ഭീകര സത്വം
റൂമിൽ ഇതാ ഉലാവുകയാണ്. അലച്ചുകൂവി നിലവിളിക്കും, വീണ്ടും ലൈറ്റ് ഓൺ ചെയ്യും, റൂം ശൂന്യമാണ്. അവർ പറയുന്നു, ഞാൻ പ്രധാനമന്ത്രിയാണ്, എനിക്ക് പദവിയുണ്ട്, എനിക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പക്ഷേ എനിക്ക് സമാധാനമില്ല. ഇന്ന് രാത്രിയിലും സ്വത്തുണ്ടായിരിക്കും, ഡിഗ്രി ഉണ്ടായിരിക്കും, പേര് കാണും, പക്ഷേ ഹൃദയത്തിൽ യേശു ഇല്ല എങ്കിൽ നിനക്ക് സമാധാനം ഇല്ല. പകരം ഈ അവസാന രാത്രി വരേണ്ടടുത്ത് തന്നെ ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുന്ന, നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതത്രേ. ഒരുപക്ഷെ CSI SUC കമ്മ്യൂണിറ്റിയിൽ നീ ജനിച്ചു വളർത്തപ്പെട്ടവനായിരിക്കാം. ശാന്തമായി പരിശോധിക്കും, നിന്റെ ഹൃദയത്തിൽ യേശു ഉണ്ടോ? നിനക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളതുപോലെ, നിനക്കൊരു ജനന തീയതി ഉള്ളതുപോലെ, വീണ്ടും ജനനം പ്രാപിച്ചതായ ഒരു ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? വീണ്ടും ജനനം ഇന്ന മീറ്റിങ്ങിന് വെച്ച് ഞാൻ പ്രാപിച്ചു എന്ന് പറവാൻ നിനക്ക് സ്തോത്രം ഉറപ്പോടെ പറവാൻ തക്കണം കഴിയുമോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ കർത്താവ് യേശുവിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ, പ്രശ്നം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, വെല്ലുവിളി ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, പ്രതികൂലം ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ആ പ്രശ്നത്തിൻ്റെയും പ്രതികൂലത്തിൻ്റെയും നടുവിൽ, ആ ആർത്തലയ്ക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നിനക്കൊരു കാര്യം അനുഭവിപ്പാൻ തക്കൊണ്ട് കഴിയും. സ്വർഗീയ സമാധാന പ്രഭുവാകുന്ന യേശു നിനക്ക് വേണ്ടി നൽകും. ഉദാഹരണമായി നോക്ക്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോക്കൽ രാജാവായ ഹെരോദാവ് ഇതാ വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്നു, പത്രോസിന്റെ തലയെ അടുത്ത ദിവസം കൊയ്യുവാൻ പോകുകയാണ്. പത്രോസിന്റെ തലവെട്ടുമെന്ന് രാജാവ് ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷെ പത്രോസ് എങ്ങനെയായിരിക്കുന്നു? അപ്പോസ്തലർ പ്രവൃത്തി 12-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ വേദപുസ്തകം പറയുന്നു, പത്രോസ് ഇതാ പടയാളികളുടെ നടുവിൽ പത്രോസ് ഇതാ ഉറങ്ങുകയായിരുന്നു. പത്രോസ്, എന്തുകൊണ്ടാണ് നിനക്ക് ഉറങ്ങുവാൻ ഗുണം കഴിയുന്നത്? പത്രോസ് ഇപ്രകാരം പറയും, ഹെരോദാവെന്ന ലോക്കൽ രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ തല കൊയ്യുമെന്ന്. പക്ഷേ രാജാവായ യേശു എന്നെ നോക്കി ഒരു പ്രവചനം പറഞ്ഞു, നിവൃദ്ധനായ ശേഷം നിനക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. പത്രോസ് പറയുന്നു, ഞാൻ വൃദ്ധനായില്ല, ഞാൻ മധ്യവയസ്കനെ ആയല്ലോ, ഞാൻ വൃദ്ധനാകാതെ എൻ്റെ തലയിലെ രോമത്തിന് പോലും ഈ ലോക്കൽ രാജാവിന് അത് തൊടുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങളെ, അടുത്ത ദിവസം ചാകും, മരിക്കും എന്നുള്ളതായ വധഭീഷണി രാജാവ് പറഞ്ഞിട്ട് പോലും പത്രോസ് ഉറങ്ങിയെങ്കിൽ അതിൻ്റെ പേരത്രേ ലോകം തരാൻ കഴിയാത്തതായ സമാധാനം. ഇന്ന് രാത്രി ഏറ്റവും വലിയ സ്തോത്രം അതേ പ്രതിസന്ധിയിലൂടെയും പൊട്ടിത്തെറിയിലൂടെയും പ്രശ്നത്തിലൂടെയും ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷെ ആ കൊടുങ്കാറ്റിൻ്റെ നടുവിലും ആ പേമാരിയുടെ നടുവിലും നിനക്ക് അനുഭവിപ്പാൻ കഴിവുള്ള ഒന്നുണ്ട്, ദ ഡിവൈൻ പീസ്, ദൈവിക സമാധാനം. വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബ്ലി 2002-03 ആണെന്ന് തോന്നുന്നു, ഫ്രാൻസിൽ ഒരു യോഗത്തിന് വേണ്ടി കടന്നുപോയി. യൂറോപ്പിൽ പല രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുമ്പോൾ പാരീസിൻ്റെ പ്രാന്തപ്രദേശത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നല്ലൊരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു, ഹാൻസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ നിക്കോളയുമായി സ്തോത്രം പാരീസിൻ്റെ ഒരു ഹൈവേ വഴി ഇങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വരികയാണ്. വളരെ മനോഹരമായ സ്ഥലം, ഒത്തിരി പഴയ കെട്ടിടങ്ങൾ അവിടെയുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ 11-ാം നൂറ്റാണ്ടിലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ളതായ മനോഹരമായ സ്ഥലം. ചില ഇടയ്ക്കിടയ്ക്ക് ദ്വീപുകളുണ്ട്. ആ മുഴുവൻ ദ്വീപും നിറഞ്ഞിരിക്കുന്ന വലിയ ആലയങ്ങൾ. ഇന്നലെ കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നു, ദ്വീപുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്ന വലിയ പള്ളികൾ, വലിയ ക്രിസ്ത്യൻ മോണസ്ട്രികൾ, മഠങ്ങൾ, സ്തോത്രം, അതുപോലെയുള്ളതായ ആർച്ചുകൾ പലതിങ്ങനെ 14-ാം നൂറ്റാണ്ടിൽ 15-ാം നൂറ്റാണ്ടിലൊക്കെ ചെയ്ത് സ്തോത്രം തീർത്തിരിക്കുന്നു. അത് ഇപ്രകാരം ഹാൻസ് എന്ന സഹോദരൻ എന്നോട് നോക്കി ഇപ്രകാരം പറഞ്ഞു, ലൂയി 14 എന്ന് പേരുള്ളതായ രാജാവാണ് ഇത് മുഴുവൻ സ്തോത്രം പണി കഴിപ്പിച്ചത്. ആ രാജാവിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, താൻ സമാധാനപ്രിയനാണ്. കാരണം 200 വർഷമായി ഫ്രഞ്ച് സമൂഹം മുഴുവനിത കലഹത്താലും ആഭ്യന്തര കലാപത്താലും സിവിൽ വാറിനാൽ തകർക്കപ്പെട്ടു. അതുകൊണ്ട് ലൂയി 14 സിംഹാസനത്തിലേക്ക് കയറിയ ഉടനെ തനിപ്രകാരം പറഞ്ഞു, എനിക്ക് യുദ്ധം ഇഷ്ടമല്ല, രക്തരഹിതമായിട്ടുള്ള ഒരു ഭരണം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വാൾ ഉറയിലെടുക്കുക, വാൾ ഉറയിലിട്ടിട്ട് നിങ്ങൾ സമാധാനത്തെക്കുറിച്ച് പടം വരയ്ക്കുക, സമാധാനത്തെക്കുറിച്ച് പടം പെയിൻറ് ചെയ്യുക. നല്ല പടത്തിന്, നല്ല ചിത്രത്തിന്, നല്ല പെയിൻറ്റിങ്ങിന് നല്ല ഇനാം കിട്ടും, നല്ല സമ്മാനം കിട്ടും. ആയിരക്കണക്കിന് ജനം പടം വരയ്ക്കാൻ തുടങ്ങി. അതിൽ അവസാന സമ്മാനം ലഭിച്ചതായൊരു പടം ഇങ്ങനെയായിരുന്നു. ആ ചിത്രകാരൻ ഇങ്ങനെ വരച്ചിരിക്കുന്നു, മാനം മുഴുവൻ, ആകാശം മുഴുവൻ കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ കാർമേഘം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ആളം മുതൽ ചക്രവാളം വരെ വ്യാപരിക്കുന്നതായ മിന്നൽ പിണറുകൾ, ഭയങ്കരമായ ഇടിനാദം കൊണ്ട് അന്തരീക്ഷം പ്രകമ്പനമായിരിക്കുന്നു. ഒരു തുള്ളിക്ക് ഒരു കുടമെന്നതുപോലെ മഴ പെയ്യുന്നു.
ക്ലോക്കിൻ്റെ പെൻഡുലം ആടുന്നത് പോലെ വൃക്ഷലതാദികൾ മുഴുവൻ ആടുമ്പോൾ നിറഞ്ഞു കവിയുന്നതായ ഒരു ആറിൻ്റെ കരയിൽ ഇതാ പെൻഡുലം പോലെ ഒരു വൃക്ഷം ഇത് ആടിക്കൊണ്ടിരിക്കുന്നു. ആ വൃക്ഷം കുറച്ചുകൂടെ നന്നായി ആടിയാൽ ആ വൃക്ഷം തന്നെ ആ വെള്ളത്തിലേക്ക് വീഴ്ത്തപ്പെടും. പക്ഷേ ആ ആടിക്കൊണ്ടിരിക്കുന്നതായ വൃക്ഷത്തിൻ്റെ ചില്ലയിൽ ഒരു സ്തോത്രം കിളി കണ്ണടച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം, കണ്ണടച്ച് ഒരു കിളി പാട്ടുപാടുകയാണ്. നന്നായി മഴ പെയ്യുന്നുണ്ട്, ഭയങ്കരമായി കാറ്റടിക്കുന്നുണ്ട്, ഭയങ്കരമായി ഇടിനാദമുണ്ട്. സ്തോത്രം, അതെ, അല്പം കൂടെ നന്നായി കാറ്റടിച്ചാൽ ആ ഇരിക്കുന്ന മരമേ പറഞ്ഞ് ആ വെള്ളത്തിലേക്ക് വീഴും. എന്നിട്ടും ആ കിളി കണ്ണടച്ച് സ്തോത്രം പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയെന്ന് ചോദിച്ചാൽ, പ്ലാവൂർ ഐക്യ കൺവെൻഷൻ്റെ അവസാന ദിവസത്തിൽ ഇത്ര നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ടായിട്ടും 2 പേർ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ സ്തോത്രം, ഇത്രയും ഭയങ്കരമായ ബഹളം, ഇത്രയും ഭയങ്കരമായ ഒച്ച, ഇത്രയും ഭയങ്കരമായ മഴ, പ്രക്ഷുബ്ധകരമായ അന്തരീക്ഷം, അതിൻ്റെ നടുവിലും സ്തോത്രം, അതെ, ആ പക്ഷിക്ക് കണ്ണടച്ച് പാട്ട് പാടുവാൻ കഴിയുമെങ്കിൽ, സാഹചര്യം മോശമാണ്, ചുറ്റുപാട് പ്രതിസന്ധിയാൽ നിറയപ്പെട്ടതാണ്, പ്രകമ്പനം കൊള്ളുന്ന അന്തരീക്ഷമാണ്, അതിൻ്റെ നടുവിലും ആ പക്ഷിക്ക് കണ്ണടച്ച് പാട്ട് പാടുവാൻ കഴിയുമെങ്കിൽ, ആ സ്തോത്രം ചിത്രകാരൻ ഇപ്രകാരം പറയുന്നു, ആ പക്ഷിക്ക് അനുഭവിപ്പാൻ കഴിയുന്ന അതിൻ്റെ പേരത്രേ സമാധാനം. നിരാത്രി കൊടുങ്കാറ്റുകളും പേമാരികളും വെല്ലുവിളികളും പൈശാചിക മാനുഷികമായ ശബ്ദങ്ങളും നിന്റെ ചുറ്റും ഉയർന്നുകൊണ്ട് ഇരിക്കുമ്പോൾ, അയ്യോ അത് എനിക്കുള്ളതല്ലേ അല്ല, അത് എൻ്റെ ജീവിതത്തെ തൊടത്തുമില്ല, അത് എനിക്കുള്ളതല്ലേ അല്ല, എന്നെ അത് ഏശത്തില്ല എന്ന ക്രമത്തിൽ നീ ജീവിക്കുന്നുവെങ്കിൽ, സ്തോത്രം, അതിൻ്റെ പേരത്രേ ദൈവത്തിൻ്റെ സമാധാനം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതത്രേ പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ കൃപയാൽ കടന്നു പോകുന്നത്. അതെ, നിങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരിലും ദാസിമാരിലും കാണുവാൻ ഗുണം കഴിയുന്നത്, ആ വ്യക്തി കണ്ടാൽ ആ മാരക രോഗമുള്ളതായി തോന്നത്തില്ല. ആ കുടുംബത്തെ കണ്ടാൽ അങ്ങനെയുള്ള തീച്ചൂളയിലൂടെ അവർ യാത്ര ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നത്തുമില്ല. അത്ര സ്തോത്രം, അതേ പ്രതിസന്ധിയുടെ നടുവിലും അവർ അനുഭവിക്കുന്ന വലിയൊരു സ്വർഗീയ ശാന്തതയുണ്ട്. അതിൻ്റെ പേരത്രേ ദൈവിക സമാധാനം. യെശയ്യാ പ്രവചനം 9-ാം അധ്യായം 6-ാം വാക്യം, ആ സമാധാനം ഇല്ലെങ്കിൽ സ്തോത്രം യേശുവിൻ്റെ അടുക്കലേക്ക് എത്തണം. ബിക്കോസ് ഹി ഈസ് ദ കിങ് ഓഫ് പീസ്. കർത്താവ് യേശു, ഹി ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്. അവൻ സമാധാനത്തിൻ്റെ പ്രഭു അത്രേ. ഹിന്ദിയിൽ പറഞ്ഞാൽ സമാധാനത്തിൻ്റെ രാജകുമാരൻ അത്രേ. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, അതുകൊണ്ട് സ്തോത്രം, ലോകം തരുന്ന സമാധാനമല്ല. കർത്താവ് യേശു പറഞ്ഞു, ലോകത്തിന് സമാധാനം തരുവാൻ കഴിയത്തില്ല, ലോകത്തിന് സമാധാനം എടുക്കുവാൻ കഴിയത്തില്ല. അർത്ഥം, മദ്യത്തിന് തരുവാൻ കഴിയാത്ത, മനുഷ്യന് തരുവാൻ കഴിയാത്ത, പാപത്തിന് തരുവാൻ കഴിയാത്തതായ ആ ദിവ്യമായ സമാധാനം ഇന്ന് രാത്രി ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ഇറ്റ് ഈസ് നോട്ട് എ നാച്ചുറൽ പീസ്, ബട്ട് ഇറ്റ് ഈസ് എ സൂപ്പർ നാച്ചുറൽ പീസ്. അത് സ്തോത്രം ഭൗതികമായ ലൗകികമായ സമാധാനമല്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം പറയുന്നു, സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, സകല ബുദ്ധിയെ കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കപ്പെടുമാറാകട്ടെ. കർത്താവ് യേശുവിൻ്റെ ദിവ്യമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എങ്ങനെയാണ് ആ സമാധാനം? യേശു പറഞ്ഞു, ഐ ഗീവ് മൈ പീസ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. കർത്താവ് യേശുവിന് വെളിപ്പെട്ട സമാധാനം നോക്കണമേ. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിബരിയാസ് കടലിലൂടെ ശിഷ്യന്മാരോടുകൂടെ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ ഇതാ പൊങ്ങി, കൊടുങ്കാറ്റ് അടിച്ചു. വേദപുസ്തകം പറയുന്നു, അമരത്തെ തലയിണ വെച്ച് അവൻ മയങ്ങിയല്ല, അവൻ ഉറങ്ങിയാണ്. കാറ്റടിക്കുന്നു, സത്യം. തിരമാല പൊങ്ങിയിരിക്കുന്നു, വളരെ സത്യം. ബോട്ട് ഉലയുന്നുണ്ട്. 12 ശിഷ്യന്മാർ നിലവിളിക്കുന്നു. പക്ഷെ മറ്റുള്ളവർ നിലവിളിക്കുമ്പോൾ യേശു കർത്താവ് ഉറങ്ങുകയാണ്. ദൈവമില്ലാത്തവർ നിലവിളിക്കുമ്പോൾ ദൈവമുള്ളവൻ ഉറങ്ങുകയാണ്. സ്തോത്രം. ദൈവികമായ സമാധാനം. കർത്താവ് യേശു ഉറങ്ങിയതായ ആ സമാധാനം. യേശുവേ, അങ്ങേക്ക് എങ്ങനെയാണ് ഉറങ്ങുവാൻ തക്കോണം കഴിഞ്ഞത്? യേശു കർത്താവിനെ പറവാൻ തക്കോണം കഴിയും. എനിക്ക് നന്നായിട്ടറിയാം, എന്നെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവ്, എന്നെ മാനിക്കുന്ന ഒരു കർത്താവ്, എന്നെ മാനിക്കുന്ന ഒരു പിതാവ് സ്വർഗത്തിലുണ്ട്. ഈ കൊടുങ്കാറ്റിന് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല, ഈ തിരമാലയ്ക്ക് എന്നെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നാസറേന യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങൾ നോക്കി ദൂതായി വിളിച്ചു പറയട്ടെ, പ്രവചിച്ചു പറയട്ടെ, നീ കടന്നു പോകുന്ന ഈ കൊടുങ്കാറ്റിന്, ഈ തിരമാലയ്ക്ക് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല, നിന്റെ ജീവിത വഞ്ചിയെ ഉടയ്ക്കുവാൻ കഴിയത്തില്ല. ഈ പ്രതിസന്ധിയിൽ നീയും നിന്റെ കുഞ്ഞുകുട്ടികളും മുങ്ങിപ്പോകത്തില്ല. കാരണം നിന്റെ
നാഥനാകുന്ന കർത്താവ് നിന്റെ ജീവിത പടകിലുണ്ട്. യഹൂദാ ഗോത്രത്തിലെ സിംഹം അവൻ നിന്റെ ജീവിത പടകിൽ എഴുന്നേൽക്കും. അവൻ ശാസിക്കേണ്ടതിന് ശാസിക്കും, ശാന്തമാക്കേണ്ടതിന് ശാന്തമാക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് തിബരിയാസ് കടലിൽ അതേ ഉയർന്നു വന്നതായ കൊടുങ്കാറ്റിനെയും തിരമാലയെ ശാസിച്ച് എത്തേണ്ട സ്ഥലത്ത് ആ ജീവിത വഞ്ചിയെ കർത്താവ് എത്തിച്ചു എങ്കിൽ പ്ലാവൂർ ദേശത്ത് തുറച്ചു നോക്കുന്ന കണ്ണുകളുടെ നടുവിൽ എത്തേണ്ട സ്ഥാനത്ത് നീ എത്തുവാൻ വേണ്ടി പോകുന്നു. ദൈവമുള്ളവനും ദൈവം ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം നിന്നിലൂടെയും നിന്റെ കുഞ്ഞുകുട്ടികളിലൂടെയും കർത്താവ് ഈ ദിവസങ്ങളിൽ ഒരു ശുഭയാത്ര കൽപ്പിച്ച് ഈ ദിവസങ്ങളിൽ തെളിയിപ്പാൻ വേണ്ടി പോകുന്നു. He is the King of Peace. അവൻ സമാധാനത്തിന്റെ രാജാവത്രേ. ജീവിതത്തിൽ സമാധാനമില്ല എങ്കിൽ ഇന്ന് രാത്രി സ്വർഗത്തിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞേ, കർത്താവേ അങ്ങയുടെ സമാധാനത്താൽ നീ എന്നെ നിറയ്ക്കണമേ. 2 കരങ്ങളെ ഉയർത്തിയാട്ടെ. 2 കരങ്ങളെ ഉയർത്തി 60 സെക്കൻഡ് 1 മിനിറ്റ് 2 കരങ്ങളെ ഉയർത്തി എല്ലാവരും ചേർന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ, അങ്ങയുടെ സമാധാനത്താൽ നീ എന്നെ നിറയ്ക്കണമേ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, യേശു കർത്താവേ, സമാധാനത്തിന് ദൈവമേ, സമാധാനത്തിന്റെ രാജാവേ, എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഒരിക്കൽ കൂടെ, യേശു കർത്താവേ, സമാധാനത്തിന്റെ രാജാവേ, എന്റെ ഹൃദയത്തിലേക്ക്, എന്റെ ഭവനത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. അങ്ങയുടെ സമാധാനത്താൽ, വീണ്ടും അങ്ങയുടെ സമാധാനത്താൽ, സ്വർഗീയ സമാധാനത്താൽ എന്നെ നീ നിറയ്ക്കണമേ. സ്വർഗീയ സമാധാനത്താൽ, അങ്ങയുടെ സമാധാനത്താൽ എന്നെ നീ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ ദൈവിക സമാധാനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുന്നു. യേശു നിങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വരട്ടെ. യേശു നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരട്ടെ. വിശ്വസിക്കുന്ന 2 കരങ്ങളിൽ അടിച്ച് കർത്താവിനിക്ക് ഇന്ന് രാത്രി മഹത്വം കൊടുത്താട്ടെ. ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. ഒന്നാമതായി വേദപുസ്തകം പറയുന്നു, ആദ്യം അവന് സമാധാനത്തിന്റെ രാജാവ്. രണ്ടാമതായി വചനത്തിന്റെ ഓർഡറിൽ നോക്കുമ്പോൾ ആദ്യം അവന് നീതിയുടെ രാജാവ്. ശബ്ദം ഉയർത്തി പറഞ്ഞ നീതിയുടെ രാജാവ്. ഒരിക്കൽ കൂടെ, നീതിയുടെ രാജാവ്. ശക്തിയോടെ നീതിയുടെ രാജാവ്. നിങ്ങൾ ചോദിക്കും, എവിടെ നിന്നാണ് നീതി കിട്ടുന്നത്? പോലീസ് സ്റ്റേഷനിൽ നിന്നാണോ നീതി കിട്ടുന്നത്? കോടതിയിൽ നിന്നാണോ നീതി കിട്ടുന്നത്? നോ, നെവർ. ഈ ലോകത്തിൽ സ്തോത്രം നിങ്ങൾക്ക് നീതി കിട്ടത്തില്ല. ലോകത്തിൽ നിന്ന് മാത്രമല്ല, ഓഫീസിൽ നിന്ന് മാത്രമല്ല, പലപ്പോഴും പള്ളികളിൽ നിന്ന് പോലും നീ അർഹിക്കുന്നതായ നീതി നിനക്ക് കിട്ടത്തില്ല. മനുഷ്യർ നിനക്ക് നീതി കിട്ടാതിരിക്കുമ്പോൾ, മനുഷ്യർ നിനക്ക് നീതി തരാതിരിക്കുമ്പോൾ, കേൾക്കണമേ, നിനക്ക് നീതി കിട്ടുന്നത് മനുഷ്യന്റെ പോക്കറ്റിൽ നിന്നല്ല, സ്വർഗത്തിൽ ദൈവത്തിൽ നിന്നത്രേ നിനക്ക് നീതി കിട്ടുന്നത്. കാരണം കർത്താവ് യേശു ഈ പ്രകാരം പറയുണ്ടായി, നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. യേശു കർത്താവ് തന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ പറയുകയാണ്, മത്തായി 5-ൽ, സ്തോത്രം, നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. അർത്ഥം യേശുവിനെ വളരെ നന്നായിട്ട് അറിയാം. ഈ ലോകം നിങ്ങൾക്ക് നീതി നിഷേധിക്കും, ഈ ലോകം നിങ്ങൾക്ക് നീതി തരികയില്ല. അത് യേശു കർത്താവ് അനീതിയുടെ അടയാളമായിരുന്നു. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു കർത്താവ് അനീതിയുടെ അടയാളമായിരുന്നു. ഹേ ബ്രദർ സുരേഷ് ബാബു, എങ്ങനെ പരമാന്തക്കുണം കഴിയും കർത്താവ് യേശു അനീതിയുടെ അടയാളമെന്ന്? യേശു അനീതിയുടെ അടയാളമായി തകർക്കപ്പെട്ടത് നിന്റെ ജീവിതത്തിൽ സ്വർഗീയ നീതി നിന്നിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിലും നിന്റെ ജീവിതത്തിലും ദൈവത്തിന്റെ നീതിമാനായി നാം വെളിപ്പെടുവാനും, സ്തോത്രം, ദൈവത്തിന്റെ മുൻപിൽ നാം നീതീകരിക്കപ്പെടുവാനും, ദൈവത്തിന്റെ നീതി നമ്മുടെ ജീവിതത്തിൽ ഉദിക്കാനുമായി യേശു നമ്മുടെ അനീതിയെ ഏറ്റെടുത്ത്. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്തോത്രം. ഞാൻ ആവർത്തിക്കട്ടെ, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ജീവിതത്തിൽ അവന് നീതി കിട്ടിയില്ല. യേശുവിന്റെ ശുശ്രൂഷ കാലയളവിലും സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും യേശുവിന് നീതി കിട്ടിയില്ല. പക്ഷെ അനീതിയുടെ അടയാളമായി കർത്താവ് യേശു തകർക്കപ്പെട്ടത് ദൈവത്തിന് മുൻപിൽ നമ്മൾ നീതിമാനായി തീരേണ്ടതിനും, യേശുവിന്റെ രക്തത്തിൽ നാം കഴുകപ്പെട്ട് നീതിമാനായി ജീവിക്കേണ്ടതിനും തീർന്നില്ല. ദൈവത്തിന്റെ നീതി സൂര്യൻ ഉദിച്ച് ശോഭിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കേണ്ടതിന് വേണ്ടി അത്രേ. നിന്നിൽ അതേ വെളിപ്പെടുന്നതായ നീതി SIUCയുടെ നീതിയല്ല, CSIയുടെ നീതിയല്ല, പെന്തിക്കോസിന്റെ നീതിയല്ല, കത്തോലിക്കന്റെ നീതിയല്ല. പകരം ഇന്ന് രാത്രി നീ ദൈവത്തിന്റെ പൈതലായി തീരുമ്പോൾ നിന്നിൽ വെളിപ്പെടുന്നതായ നീതി യേശുവിന്റെ നീതി അത്രേ. യേശുവിന്റെ നീതിയാണ് നിന്നിൽ വെളിപ്പെടുന്നത്. സഹോദരിയെ, ആ നീതി നിന്നിൽ വെളിപ്പെടുന്നതിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു തകർക്കപ്പെട്ടു, ഉടയ്ക്കപ്പെട്ടു. ഒരു ദർപ്പണത്തിലൂടെ സൂര്യനെ അഭിമുഖമായി പിടിച്ചാൽ ആ കണ്ണാടിയിൽ, ആ ദർപ്പണത്തിൽ സൂര്യന്റെ പ്രകാശം ഇതാ പ്രതിഫലിക്കുന്നത് പോലെ നീതി സൂര്യന്റെ
ദൈവിക നീതി നിന്നിലൂടെ വെളിപ്പെടുവാൻ സ്തോത്രം ആ കണ്ണാടിയാകുന്ന യേശു നിലത്ത് വീണ് തകർക്കപ്പെട്ടതുപോലെ തകർക്കപ്പെടുകയുണ്ടായി. അർത്ഥം ഞാൻ അല്പോടെ വ്യക്തമാക്കട്ടെ. യേശു കർത്താവിന്റെ അറസ്റ്റ് അനീതിയായിരുന്നു. കാരണം എന്ത്? സെൻഹെദ്രിൻ സംഘം, യഹൂദന്റെ മതകോടതി. യഹൂദന്റെ മതകോടതിയിൽ 70 പേരാണുള്ളത്. ആ 70 പേരിൽ 35 പേർ തികയാതെ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയത്തില്ല. എന്നാൽ കയ്യഫാവ്, അതുപോലെ സ്തോത്രമതെ ഹന്നാവ് തുടങ്ങിയവർ കുബുദ്ധികളായതുകൊണ്ട് ഗൂഢാലോചനക്കാരായതുകൊണ്ട് ഇന്നും നമ്മുടെ പള്ളികളിൽ ഗൂഢാലോചന വിദഗ്ധന്മാരുണ്ട്, കുറച്ച് ഗൂഢാലോചന അണ്ണന്മാരുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? സ്തോത്രമതെ അവർ ഗൂഢാലോചന വിദഗ്ധരായതുകൊണ്ട് 35 പേർ കോറം തികയാത്തതായ സെൻഹെദ്രിൻ സംഘമാണ് അർദ്ധരാത്രി വന്ന് യേശുവിനെ അറസ്റ്റ് ചെയ്തത്. യേശുവിന്റെ അറസ്റ്റ് അനീതിയാണ്. യേശുവിനെ കൊണ്ടുപോയി കയ്യഫാവിന്റെ കൊട്ടാരത്തിൽ നിലവറയ്ക്ക് താഴെയുള്ളതായ ചെറിയ ട്രെഞ്ചിൽ, ചെറിയ കുഴിയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ടു. സ്തോത്രം. കുറ്റവാളികൾ മാത്രമാണ് അങ്ങനെ കൊണ്ടുപോയി ഇടുന്നത്. കുറ്റം തെളിഞ്ഞിട്ടില്ല, അങ്ങനെ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയിട്ടു. എങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റോർ റൂമിൽ ഒരു പഴക്കുരയെ കെട്ടിത്തൂക്കി ഇടുന്നത് പോലെ 2 കരങ്ങളെ മുകളിലേക്ക് അതേ വലിഞ്ഞു മുറുകി കെട്ടി നിലത്ത് പെരുവിരൽ തൊട്ടില്ല എന്ന ക്രമത്തിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി മുഴുവൻ യേശുവിനെ ആ ചെറിയ കുഴിയിൽ ഇറക്കിയിട്ടിരുന്നു. ആ ചെറിയ കുഴിയിൽ യേശുവിനെ അതേ ഇറക്കിയിട്ടിരുന്നു. അനീതിയായിരുന്നു. മാത്രമല്ല അവിടെ നിന്ന് വലിച്ചു കയറ്റി അവന്റെ ശരീരത്തിൽ മുഴുവൻ പോറലുകൾ ഉണ്ടായി എന്ന് ജോസീഫസ് എന്ന ചരിത്രകാരൻ പറയുന്നു. എന്റെ താടി രോമം വലിച്ചു പിടിച്ചു. 50:6 പറയുന്നു, എന്റെ താടി രോമം വലിച്ചു പിടിച്ചു, അവന്റെ മുഖത്ത് അടിച്ചു. അനീതിയായി അവന്റെ താടി രോമങ്ങളെ പിടിച്ചു വലിച്ച് യേശുവിനെ അടിച്ചു. കുറ്റം തെളിയാതെ കുഴിയിൽ ഇട്ട് ദണ്ഡിപ്പിപ്പാൻ വേണ്ടി പാടില്ല. കുറ്റം തെളിയാതെ യേശു കർത്താവിനെ അടിച്ചു പരിക്കേൽപ്പിപ്പാൻ പാടില്ല. യേശുവിനെ ശിക്ഷിച്ചതും സ്തോത്രം അനീതിയായിരുന്നു. 35 സെൻഹെദ്രിൻ സംഘങ്ങൾ സ്തോത്രം തികയാത്തതായ മതകോടതിയാണ് ജനത്തെ ഇളക്കിവിട്ട് അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞത്. അങ്ങനെ സ്തോത്രം അതേ ആ പുലർകാലത്ത് തന്നെ അവനെ ക്രൂശിക്ക എന്ന് പറയുമ്പോൾ യേശുവിനെ കൊണ്ടുപോയി വാരനാൽ അടിച്ചു. അതും അനീതിയുടെ ചിഹ്നമത്രേ. അനീതിയായി കർത്താവ് യേശുവിന്റെ തലയിൽ മുൾക്കിരീടം വെച്ചു. സ്തോത്രം. മുൾക്കിരീടം വയ്ക്കേണ്ട യാതൊരു കാര്യമില്ല. പക്ഷെ യേശു കർത്താവ് മുൾക്കിരീടം ധരിച്ചത് സ്തോത്രം നീ അനുഗ്രഹിക്കപ്പെടുവാൻ അനീതിയാകുന്ന സ്തോത്രം ക്രമത്തിൽ യേശുവിന്റെ തലയിൽ മുൾക്കിരീടമുണ്ടായി. ക്രൂശിനെ കർത്താവ് യേശു ക്രിസ്തു സ്തോത്രം അതെ വഹിച്ചു. കർത്താവ് യേശു ക്രൂശി മേൽ സ്തോത്രം അതെ തൂക്കപ്പെട്ടു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അറസ്റ്റ് തുടങ്ങി ക്രൂശീകരണമുള്ള വരെയുള്ളതായ സമയം നോക്കിയാൽ വ്യാഴാഴ്ച അർദ്ധരാത്രി തുടങ്ങി പിറ്റേ ദിവസം സ്തോത്രം അതെ ആ വെള്ളിയാഴ്ച രാവിലെ 9 മണി വരെയുള്ള സമയം നോക്കിയാൽ അനീതിയുടെ മണ്ഡലത്തിലൂടെ യേശു കർത്താവ് കടന്നുപോയപ്പോൾ, അനീതി അനുഭവിച്ചപ്പോൾ, കേൾക്കണമേ, അനീതി അനുഭവിച്ചപ്പോൾ അവൻ വായ തുറന്ന് ശബ്ദമുണ്ടാക്കിയത് ഇല്ല. പകരം കർത്താവ് യേശു മൗനമായിരുന്നു. പ്രവചനം 53-ാം വാക്യം പറയുന്നു, രോമം കത്തിക്കുന്ന നടുവിൽ മിണ്ടാതെ ഇരിക്കുന്ന കുഞ്ഞാടിനെ പോലെ യേശു കർത്താവ് വായ തുറക്കാതെ മിണ്ടാതിരുന്നു. ഇന്ന് രാത്രി എന്റെ നിന്റെ മാതൃകാ പുരുഷൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല. എന്റെ നിന്റെയും റോൾ മോഡൽ വന്ന പ്രാസിംഗനോ പോയ ബിഷപ്പോ അല്ല. എന്റെ നിന്റെയോ റോൾ മോഡൽ ഏതോ മെത്രാച്ചനോ ഏതോ കപ്യാരോ അല്ല. എന്റെ നിന്റെയും റോൾ മോഡൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ നസ്രേനായ യേശു മാത്രേ. യേശുവിലേക്ക് നോക്ക്. അനീതിയുടെ ചിഹ്നമായി അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ, ആ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ, അവിടെ കൊണ്ടുപോയി താടി രോമങ്ങൾ വലിച്ചു പിഴുത് അവനെ തട്ടിയപ്പോൾ, ചാട്ടവരനാൽ അടിച്ച് തകർത്തപ്പോൾ, 1200 മീറ്റർ, 1 കിലോമീറ്റർ 200 മീറ്റർ ക്രൂശ് ചുമപ്പിച്ചപ്പോൾ യേശു കർത്താവ് മൗനമായിരുന്നു. അർത്ഥം ഇന്ന് രാത്രി ഞാൻ ദൂത് വിളിച്ചു പറയട്ടെ, ദൈവത്തിന്റെ നീതി നിന്നിൽ വെളിപ്പെടുവാൻ പോലീസിന്റെയും പട്ടാളത്തിന്റെയും അല്ല, മതത്തിന്റെയും സംഘടനയുമല്ല, സ്വർഗത്തിന്റെ നീതി, ദൈവത്തിന്റെ നീതി, ദൈവിക നീതി നിന്റെ ശുശ്രൂഷയിലും നിന്റെ ജീവിതത്തിലും വെളിപ്പെടുവാൻ, നിനക്കെതിരെ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ, നിനക്കെതിരെ മറ്റുള്ളവർ വാടകോരുമ്പോൾ, നിനക്കെതിരെ മറ്റുള്ളവർ പ്രവർത്തിക്കുമ്പോൾ, ഗൂഢാലോചന നടത്തുമ്പോൾ, അതേ നീ ചെയ്യേണ്ട കാര്യം മുട്ടുമടക്ക്. നീ ദൈവത്തിന്റെ സന്നിധിയിൽ മിണ്ടാതിരിക്കുക. നിന്റെ ഫയലിനെ, നിന്റെ വേദനയെ, നിന്റെ കണ്ണുനീരിനെ, നിന്റെ കാര്യാദിയെ കർത്താവിന്റെ കരത്തിൽ കൊടുക്ക്. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്ക്. കാരണം വേദപുസ്തകം പറയുന്നു, 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ, അവൻ നമുക്ക് മുൻപാകെ ഒരു മാതൃക വച്ചേച്ചു പോയി. ആര്? യേശു നമുക്ക് മുൻപാകെ ഒരു മാതൃക വച്ചേച്ചു പോയി. ആ മാതൃക എന്താണെന്ന് അറിയാമോ? തിരുവചനം പറയുന്നു, സ്തോത്രം, അതേ കാര്യം ന്യായമായി വിധിക്കുന്നവരുടെ കയ്യിൽ അവൻ അത് കൊടുത്തു.
കാര്യം ന്യായമായി വിധിക്കുന്ന പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവായ യേശു ആ കാര്യത്തെ ബോധിപ്പിച്ചു. മനുഷ്യർ നിന്നെ വിമർശിക്കുമ്പോൾ, നിനക്കെതിരെ അപവാദം പറയുമ്പോൾ, നിനക്കെതിരെ പ്രശ്നമുണ്ടാക്കുമ്പോൾ, നിന്നെ കൂടെ നിന്ന് കുതികാൽ വെട്ടുമ്പോൾ, നീ തകർക്കുമെന്ന് പറയുമ്പോൾ, നീ ഉടയുമെന്ന് പറയുമ്പോൾ, അതെ ഞാൻ ആരെന്ന് നീ കാണിച്ചു കൊടുക്കല്, നീ മുട്ടുമടക്ക്. ഞാൻ കൂടെ കൂടെ പറയും, ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നവൻ മറ്റൊരുത്തന്റെ മുൻപിലും മുട്ടുമടക്കേണ്ട ഗതികേട് ഒരിക്കലും വരികയില്ല. ദൈവത്തിന്റെ മുൻപിൽ നീ മുട്ടുമടക്കുമ്പോൾ മറ്റു ഒരുത്തന്റെ മുൻപിലും ഒന്നിന്റെ മുൻപിലും നീ മുട്ടുമടക്കേണ്ട ഗതികേട് വരികയില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് യേശു ക്രിസ്തു വായ തുറക്കാതെ മിണ്ടാതിരുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കാര്യം ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് അവൻ മൗനമായിരുന്നു. ഹേ സഹോദരനെ സഹോദരിയെ, കാര്യം ന്യായമായി വിധിക്കുന്ന ദൈവത്തിന്റെ കരത്തിൽ നീ കൊടുത്ത് നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം മിണ്ടാതിരിക്കത്തില്ല. നീ മിണ്ടാതിരിക്കുമ്പോൾ ദൈവം മിണ്ടാതെ ഇരിക്കത്തില്ല. നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചും ഉപവസിച്ചും കണ്ണുനീരൊഴുക്കി കുറുപ്രാവിനെ പോലെ കരഞ്ഞും സ്തോത്രം അതേ വിലപിച്ചും ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി, അപ്പാ പ്രവർത്തിക്കണമേ, ദൈവമേ എഴുന്നേൽക്കണമേ, അങ്ങയുടെ കരം ചലിക്കണമേ, ഞാൻ ആരെന്ന് തെളിയിക്കണമേ, എനിക്ക് സഹായം വരുന്നത് മനുഷ്യനിൽ നിന്നല്ല, അങ്ങയുടെ തിരുമുഖത്തേക്ക് ഞാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ എന്റെ കർത്താവ് പറയും, നിന്നോട് പൊരുതുന്നവരോട് ഞാൻ പൊരുതും, നിന്നോട് വാദിക്കുന്നവരോട് ഞാൻ വാദിക്കും, നിനക്കെതിരെ ഉയരുന്നതായ നാവുകളെ ഞാൻ കുറ്റം വിധിക്കും. കമാൺ, കരങ്ങളെ അടിക്കണമെന്ന് തോന്നുന്നവർ ഇന്ന് രാത്രി കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. അവൻ നീതിയുടെ രാജാവത്രേ. യേശു കർത്താവ് നീതിയുടെ രാജാവ്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കും, ബ്രദർ സുരേഷ് ബാബു, അപ്രകാരം ഞാൻ മൗനമായിരിക്കുമ്പോൾ എനിക്ക് എന്താ സംഭവിക്കുന്നത്? തിരുവചനം പറയുന്നു, വേദപുസ്തകം പറയുന്നു, സ്വർഗീയ വചനം പറയുന്നു, കർത്താവിന്റെ വചനം പറയുന്നു, പരിശുദ്ധ വചനം പറയുന്നു, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. എവിടെയാണോ മനുഷ്യൻ നിന്നെ ഒതുക്കിയത്, എവിടെയാണോ സാത്താൻ നിന്നെ വെട്ടിയത്, നീ വെട്ടപ്പെട്ട വൃക്ഷം പോലെ നിൽക്കുന്നെങ്കിൽ, നീ വെട്ടപ്പെട്ട വൃക്ഷം പോലെ നിൽക്കുന്നെങ്കിൽ വെള്ളത്തിന്റെ നനവ് തട്ടിയാൽ വീണ്ടും നീ പൊട്ടിക്കിളർക്ക്. ഇന്ന് രാത്രി അതേ പ്രതിസന്ധികൾ കണ്ട് പ്രതികൂലങ്ങൾ ഉണ്ടായി തകർക്കപ്പെട്ട വൃക്ഷങ്ങൾ പോലെ വെട്ടപ്പെട്ടവരായി കാണപ്പെടുന്ന ആരോ എന്ന് കേൾക്കുന്നു. ഈ രാത്രി പരിശുദ്ധാത്മാവാം ദൈവം നിന്നെ നോക്കി ദൂത് പറയുന്നു, ഈ പട്ടണത്തിൽ, ഈ ദേശത്ത്, ഈ പ്ലാവൂർ ഗ്രാമത്തിൽ യേശുവിന്റെ നാമത്തിൽ നീ തളിർക്കുവാൻ പോകുകയാണ്. കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരു മരത്തെ മുറിച്ചു കളഞ്ഞാൽ പല 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 അതേ മുളകളായി അത് വളർന്നു വരുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നായി മുറിക്കപ്പെട്ട നിന്നെ പലതായി 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 മൾട്ടിപ്പിൾ മുളകളായി ഈ ദിവസങ്ങളിൽ കർത്താവ് നിന്നെ മുളപ്പിപ്പാൻ വേണ്ടി പോകുന്നു. അത് തന്നെ യേശു കർത്താവിൽ സംഭവിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ തൂങ്ങിക്കിടക്കുമ്പോഴും കാര്യം ന്യായമായി വിധിക്കുന്നവന്റെ കയ്യിൽ കൊടുത്ത് അവൻ മൗനമായിരുന്നു. സഹോദരി സഹോദരന്മാരെ, യേശു കർത്താവ് മൗനമായിരുന്നു. സഹോദരനെ നീ മൗനമായിരിക്കുക, സഹോദരിയെ നീ മൗനമായിരിക്കുക. ആ മൗനത പരാജയമല്ല. പലപ്പോഴും നിശബ്ദതകൾ പരാജയമല്ല. അതേ കടൽ പിന്നിലേക്ക് ഇറങ്ങിയപ്പോൾ കന്യാകുമാരിക്കാർ വിചാരിച്ചു വിവേകാനന്ദ പാറയിലേക്ക് നടന്നു കയറാം. കടൽ പിന്നിലേക്ക് ഇറങ്ങിയപ്പോൾ കന്യാകുമാരിക്കാർ വിചാരിച്ചു അതേ കക്ക പറക്കാം. ഒരു 500ഓളം പേർ അവിടേക്ക് ചാടിയിറങ്ങി. ഒറ്റയെണ്ണം സ്തോത്രം ജീവനോടെ തിരിച്ചു കയറിയില്ല. കാരണം സുനാമിയാണ് പിന്നാലെ വന്നത്. കടൽ പിന്നോട്ട് ഇറങ്ങുമ്പോൾ ആ പഞ്ചായത്തിൽ നിന്ന് ഓടിക്കൊള്ളണം. ഇതുവരെ നിങ്ങൾ കണ്ടെങ്കിൽ, തിരമാലകൾ കണ്ടെങ്കിൽ പിന്നോട്ടിറങ്ങിയതായ കടലിൽ നിന്ന് പിന്നെ വരുന്നത് തിരമാലയല്ല, സുനാമി ആയിരിക്കും വീണ്ടും വരുന്നത്. ഇന്ന് രാത്രി സ്തോത്രം പ്രകൃതിയിൽ വെളിപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുകയാണ്. പല സമയത്ത് ദൈവം നിന്നെ ബാക്ക് ഓഫ് ചെയ്യിപ്പിക്കും. പല സമയത്ത് ദൈവം നിന്നെ മൗനമായി ഇരുത്തും. ചില സന്ദർഭങ്ങളിൽ ദൈവം നിന്നെ മൗനമായി ഇരുത്തുന്നത് ഒരിക്കലും നിനക്കത് നഷ്ടമല്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സുനാമിക്ക് വേണ്ടി, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പരിശുദ്ധാത്മാവിന്റെ സുനാമിക്ക് വേണ്ടി, കൃപയുടെയും ശക്തിയുടെയും മഹത്വത്തിന്റെയും തേജസ്സിന്റെയും ആത്മീയ അധികാരത്തിന്റെ സുനാമിക്ക് വേണ്ടി പല സന്ദർഭങ്ങളിൽ ദൈവം നിന്നെ പിന്നോട്ട് കൊണ്ടുപോകുകയാണ്. വിശ്വസിക്കുന്നവർ ശബ്ദമുയർത്തി ഈ രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദൈവത്തിന് ആത്മാവ് കഴിഞ്ഞ 2 രാത്രികൾ ചെയ്യാത്തത്, കാണാത്തത്, അറിയാത്തത് ഈ ഗ്രൗണ്ടിൽ നമുക്കായി ചെയ്യുന്നു. ശബ്ദമുയർത്തി എല്ലാവരും ദൈവത്തെ ആരാധിച്ചേ.
വേദപുസ്തകം പറയുന്നു, യേശു കർത്താവ് കാര്യം ന്യായമായി വിധിക്കുന്ന പിതാവായ ദൈവത്തിന്റെ കരത്തിൽ കൊടുത്ത് അവൻ അന്ന് മൗനമായിരുന്നു. 2017 അതേ സ്തോത്രം ഏപ്രിൽ മാസം വരെ, അല്ലെങ്കിൽ സ്തോത്രം അതേ മെയ് മാസം വരെ നീ മൗനമായിരുന്നെങ്കിൽ ആ മൗനത ഒരിക്കലും നഷ്ടം അല്ല. നീ കണ്ടിട്ടില്ലാത്ത ഏതോ വലിയ 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 ഒരു വിടുതൽ, നീ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു മഹത്വം നിന്നിലൂടെ വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. കാരണം ഏത് പുസ്തകം പറയുന്നു, 2000 വർഷങ്ങൾക്ക് മുമ്പ് അവൻ അന്ന് മൗനമായിരുന്നു. അന്ന് മൗനമായ ഇരുന്ന കർത്താവ് വീണ്ടും അവൻ വേഗം വരുവാൻ വേണ്ടി പോകുന്നു. വീണ്ടും കർത്താവ് യേശു വീണ്ടും വരുവാൻ പോകുന്നു. നിങ്ങൾ മിണ്ടുന്നില്ല. കർത്താവ് യേശു, അന്നത്തെ കർത്താവ് വീണ്ടും വരുവാൻ പോകുന്നു. അന്ന് മൗനമായ യേശു, അന്ന് മുറിവേറ്റ യേശു, മുൾക്കിരീടം ചൂടിയ യേശു, ക്രൂശ് ചുമന്ന യേശു, ക്രൂശിൽ കിടന്ന യേശു, തുപ്പലേറ്റ യേശു, അടിയേറ്റ യേശു, അതേ മുറിവേറ്റ യേശു, രക്തമൊഴുക്കിയ യേശു, ക്രൂശിൽ ജീവനം നൽകിയ അന്നത്തെ യേശു ഉണ്ടല്ലോ, അവൻ വീണ്ടും വരുവാൻ വേണ്ടി പോകുന്നു. പക്ഷെ അന്നത്തെ പോലെയല്ല അവൻ ഇനിയും വരുവാൻ വേണ്ടി പോകുന്നത്. അന്നവൻ ശിശുവായി വന്നു, എന്നാൽ ഇനി അവൻ രാജാവായി വരുവാൻ പോകുന്നു. എത്ര പേർ ഹല്ലേലൂയ പറയുക? അന്നവൻ ശിശുവായി വന്നു, എന്നാൽ ഇനി അവൻ രാജാവായി വരുവാൻ പോകുന്നു. അന്നവൻ മരിക്കുവാൻ വന്നു, എന്നാൽ ഇനി അവൻ 1000 ആണ്ട് ഭരിക്കുവാൻ വേണ്ടി വരുന്നു. അന്നവൻ കുഞ്ഞാടായി വന്നു, എന്നാൽ ഇനി അവൻ യഹൂദ ഗോത്രത്തിലെ സിംഹമായി വീണ്ടും വെളിപ്പെടുവാൻ വേണ്ടി പോകുന്നു. അന്നവൻ സ്തോത്ര പത്രോസിനാൽ അതേ തള്ളപ്പെട്ടു. അന്ന് ഹെരോദാവ് യേശുവിനെ കളിയാക്കി, പിലാത്തോസ് അവനെ വിസ്തരിച്ചു, യൂദ അവനെ കാണിച്ചു കൊടുത്തു. എന്നാൽ ഇനി യേശു വരുമ്പോൾ ഇന്ത്യൻ പ്രസിഡന്റും ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ ഉള്ളവർ, ലോകത്തിന്റെ രാഷ്ട്ര തലവന്മാർ യേശുവിന് മുൻപിൽ മുട്ടുമടക്കും. കാരണം സകല നാമത്തിനും മേലായ നാമമുള്ളവനായി രാജാതിരാജാവായി യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് യേശു വന്നപ്പോൾ ഒരു മുൾക്കിരീടം അവന്റെ തലയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി യേശു വരുമ്പോൾ യേശുവിന്റെ തലയിൽ മുൾക്കിരീടമല്ല, പകരം പൊൻകിരീടങ്ങൾക്ക് മീതെ പൊൻകിരീടങ്ങൾ, പൊൻകിരീടങ്ങൾക്ക് മീതെ പൊൻകിരീടങ്ങൾ യേശുവിന്റെ തലയിൽ ഉണ്ടായിരിക്കും. Because he is the King of Kings, he is the Lord of Lords, and he is the God of God. വിശ്വസിക്കുന്നവർ കരങ്ങളിൽ അടിച്ച് ഇന്ന് രാത്രി രാജാവിന് മഹത്വം കൊടുത്താട്ടെ. അന്നവൻ വന്നപ്പോൾ കർത്താവ് യേശു ക്രിസ്തു കഴുതപ്പുറത്തവൻ യാത്ര ചെയ്തു. എന്നാൽ ഇനി അവൻ വരുമ്പോൾ വെളുത്ത കുതിരപ്പുറത്ത് കിഴക്കേ വാതിലൂടെ യെരൂശലേമിൽ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. അന്നവൻ കുഞ്ഞാടായി വന്നു, ഇനി അവൻ സിംഹമായി, യഹൂദ ഗോത്രത്തിലെ സിംഹമായി വെളിപ്പെടുവാൻ പോകുന്നു. അന്ന് ക്രൂശിൽ കിടക്കുവാൻ യേശു വന്നു. അന്ന് ക്രൂശിൽ കിടക്കുവാൻ വന്നെങ്കിൽ ഇനി തന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. അന്ന് മരിക്കാൻ വന്നെങ്കിൽ വെളിപ്പാട് 20 പറയുന്നു, 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ യേശു വരുവാൻ വേണ്ടി പോകുക. തിരുവനന്തപുരത്ത് നോക്ക്, 5 വർഷം ഭരിപ്പാൻ എന്തെല്ലാം പൊല്ലപ്പാണ്. ഇന്നും അടിയായിരുന്നു, ഇന്നും കല്ലേറായിരുന്നു, ഇന്നും പ്രശ്നമായിരുന്നു, എന്തെല്ലാം പ്രശ്നങ്ങളാണ് സ്റ്റേറ്റ് ക്യാപിറ്റലുകളിൽ, നാഷണൽ ക്യാപിറ്റലുകളിൽ ലോകത്തിലെമ്പാലും നടന്നുകൊണ്ട് ഇരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി നോക്കണമേ, 5 വർഷം ഒരു ടേം അതേ തികയ്ക്കുവാൻ നമ്മുടെ അണ്ണാച്ചിമാർ എന്തെല്ലാം പെടാപ്പാടുപെടുന്നു. 5 വർഷം തികപ്പാൻ. പക്ഷേ രാജാതി രാജാവ് വരുന്നത് 5 വർഷം തികപ്പാനല്ല, 1000 വർഷം ഈ ലോകത്തെ ഭരിപ്പാൻ യേശു വേഗം വരുവാൻ വേണ്ടി പോകുന്നു. 1000 years, the peace of 1000 years, the king of peace is on the way. സമാധാനത്തിന്റെ രാജാവ് 1000 ആണ്ട് ഈ ലോകത്തെ ഭരിപ്പാൻ പോകുന്നു. കൊടുങ്കാറ്റും തിരമാലയും സുനാമിയും പ്രകൃതിക്ഷോഭങ്ങളും ഇല്ലാത്ത 1000 ആണ്ട്, ലോകത്തിലുള്ള സകല ആശുപത്രികൾ ഒഴിഞ്ഞു കിടക്കുന്ന 1000 ആണ്ട്, ഒരൊറ്റ രോഗികൾ കാണത്തില്ല എന്നർത്ഥം. രോഗികളില്ലാത്ത 1000 ആണ്ട്, രോഗമില്ലാത്ത 1000 ആണ്ട്, ആത്മഹത്യയില്ലാത്ത 1000 ആണ്ട്, ബലഹീനതയില്ലാത്ത 1000 ആണ്ട്. കള്ളിക്കാട് ഓപ്പൺ ജയിൽ ഉൾപ്പെടെയുള്ളതായ സകല ജയിലുകളും ശൂന്യമായിരിക്കുന്ന 1000 ആണ്ട്, പോലീസുകാർക്ക് പണിയില്ലാത്ത 1000 ആണ്ട്, പട്ടാളക്കാർ വെക്കേഷന് പോയിരിക്കുന്ന പട്ടാളക്കാർക്ക് പണിയില്ലാത്തതായ 1000 ആണ്ട്, യുദ്ധമില്ലാത്തതായ 1000 ആണ്ട്. യുദ്ധം കാണത്തില്ല, തീവ്രവാദി ആക്രമണം കാണത്തില്ല, കാശ്മീർ താഴ്വരയിലും ഗാസ മുനമ്പിലും ഒരു വെടി പോലും ആരും വയ്ക്കത്തില്ല. കാരണം നിന്റെ ടെലിവിഷന്റെ റിമോട്ട് കൺട്രോൾ നീ പിടിച്ചിരിക്കുന്നത് പോലെ ആണിപ്പഴുതുള്ള തന്റെ കരത്തിൽ സമാധാന പ്രഭു 1000 ആണ്ട് തന്റെ സഭയോടെ 1000 ആണ്ട് ഈ ലോകത്തെ യേശു ഭരിക്കുവാൻ വേണ്ടി പോകുന്നു.
ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗ്രൂപ്പിസം കളിക്കുന്നവരെ സ്തോത്രം, 1000 ആണ്ട് നീ കയറത്തില്ല. LMS കോമ്പൗണ്ടിൽ അണ്ണന്റെ കാല് തടവി അതേ സ്ഥാനം പിടിക്കുന്നവരെ ഇന്ന് രാത്രി നിർത്തിക്കോ. കാരണം സഭ നിന്റെ കൊച്ചപ്പന്റെ വകയല്ല, സഭ ദൈവത്തിന്റെ വകയാത്രേ. യേശുവിന്റെ നാമത്തിൽ ഭാവിയെ സ്തോത്രം കത്തുന്ന നരകത്തിലേക്ക് വീഴുമ്പോൾ, പിന്മാറ്റക്കാരൻ കത്തുന്ന നരകത്തിലേക്ക് വീഴുമ്പോൾ, അതേ പണത്തിന്റെയും പദവിയുടെയും സ്ഥാനത്തിന്റെയും മാനത്തിന്റെയും പിന്നാലെ പോകുന്നവൻ, വോട്ട് പിടിക്കുന്നവൻ, സഭയെ തകർക്കുന്നവൻ കത്തുന്ന നരകത്തിലേക്ക് വീഴുമ്പോൾ ഇന്ന് രാത്രിയിലും വിളിച്ചു പറഞ്ഞേ, സിഗരറ്റ് വേണ്ട, ബീഡി വേണ്ട, പാപ സ്വഭാവങ്ങൾ വേണ്ടേ വേണ്ട. കാരണം യേശു വേഗം വരാറായി, കാഹളം ധ്വനിക്കാറായി, സഭ എടുത്തുകൊള്ളപ്പെടാറായി. ഓ സ്തോത്രം, പ്രാവൻ കൂട്ടം പറന്നു പോകുന്നത് പോലെ കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഈ ലോകത്തിൽ നിന്ന് എടുത്തുകൊള്ളപ്പെടാറായി. ഹല്ലേലൂയ. 11ാം കൺവെൻഷൻ ഉണ്ടോ ആർക്കറിയാം? അതിനു മുൻപായിരിക്കാം ഒരുപക്ഷെ ദൈവസഭ എടുത്തുകൊള്ളപ്പെടുന്നത്. നാളെ സ്തോത്രം മറ്റൊരു അതേ യോഗത്തിൽ നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ ആർക്കറിയാം? ഏത് നേരവും യേശു തന്റെ സഭയെ സ്വീകരിപ്പാൻ വേണ്ടി പോകുന്നു. ഓ ഏത് സന്ദർഭത്തിലും കർത്താവ് മടങ്ങി വരുവാൻ വേണ്ടി പോകുന്നു. 7 വർഷം കഴിഞ്ഞ സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ഞാൻ പറയട്ടെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്തോത്രം കർത്താവ് യേശു ദ ഫൈനൽ എൻട്രി, ആയി കർത്താവ് യെരൂശലേം പട്ടണത്തിൽ ഇതാ പ്രവേശിക്കുകയാണ്. ആട്ടുവാതിലൂടെയാണ് അവൻ പ്രവേശിച്ചത്. കാരണം എന്താണ് ആട്ടുവാതിലൂടെ പ്രവേശിച്ചത്? ദേവാലയത്തിൽ യാഗം കഴിക്കുന്നതായ 100 കണക്കിന് മൃഗങ്ങൾ ഡെയിലി കയറുന്നത് ആട്ടുവാതിലൂടെയാണ്. പരമയാഗമായി തീരുന്നതായ ദൈവത്തിന്റെ കുഞ്ഞാട് 2000 വർഷങ്ങൾക്ക് മുമ്പ് കഴുതപ്പുറത്ത് ദൈവത്തിന്റെ കുഞ്ഞാടിരുന്ന് ആട്ടുവാതിലൂടെ പ്രവേശിച്ചു. എന്നാൽ ഇനി അവൻ മടങ്ങി വരുമ്പോൾ ആട്ടുവാതിലൂടെയല്ല, അടഞ്ഞു കിടക്കുന്ന കിഴക്കേ വാതിലൂടെ ഇതാ അവൻ പ്രവേശിപ്പാൻ വേണ്ടി പോകുന്നു. 1000 ആണ്ട് ഈ ലോകത്തെ ഭരിക്കുവാൻ വിശ്വസിക്കുന്ന 2 കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോരാ, ഒരിക്കൽ കൂടെ സ്തോത്രം, 1000 ആണ്ട് ഈ ലോകത്തവൻ ഭരിപ്പാൻ പോകുന്നു. നമ്മുടെ വിഷയം ദ കിങ് ഓഫ് റൈച്ചസ്നെസ്, അതേ സ്തോത്രം, നീതിയുടെ രാജാവ്. 1000 ആണ്ട് ഈ ലോകത്തെ യേശുവിനെ ഭരിപ്പാൻ അവനൊരു തലസ്ഥാനം വേണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 1ാമത്തെ തലസ്ഥാനം കൽക്കട്ടയായിരുന്നു. പിന്നെയാണ് ഡൽഹിയിലേക്ക് അവർ മാറ്റിയത്. കൽക്കട്ടയോ ഡൽഹിയോ ബോംബെയോ ഹൈദരാബാദോ അല്ല യേശുവിന്റെ തലസ്ഥാനം. ഡർബനോ ദുബായോ അല്ല, സിംഗപ്പൂരോ ടോക്കിയോ അല്ല, ലോസ് ഏഞ്ചൽസോ ന്യൂയോർക്കോ അല്ല യേശുവിന്റെ തലസ്ഥാനം. യേശുവിന്റെ തലസ്ഥാനം ലണ്ടൻ ഡൗൺ ടൗണോ വാഷിംഗ്ടൺ DC അല്ല. നീതിയുടെ ദൈവം ഇപ്രകാരം പറഞ്ഞു, നീതിയുടെ ദൈവം ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മകനെ എനിക്കൊരു മധുര പ്രതികാരം ചെയ്യുവാനുണ്ട്. എൻ്റെ മകനെ നിനക്ക് വേണ്ടി എനിക്കൊരു മധുര പ്രതികാരം ചെയ്യുവാനുണ്ട്. എൻ്റെ മകനെ നിനക്ക് വേണ്ടി എനിക്കൊരു മധുര പ്രതികാരം ചെയ്യുവാനുണ്ട്. നിനക്കെതിരെ ഭീഷണി ഉയർത്തിയ ഒരു പട്ടണമുണ്ട്. നിനക്കെതിരെ ഗൂഢാലോചന നടത്തിയ ഒരു പട്ടണമുണ്ട്. നിന്നെ തല്ലി തകർപ്പാൻ വാടകോരി നിന്ന ഒരു പട്ടണമുണ്ട്. നിന്നെ കല്ലെറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടി ശ്രമിച്ച ഒരു പട്ടണമുണ്ട്. നിനക്ക് വേണ്ടി ക്രൂശ് പണിത പട്ടണം, നിനക്ക് വേണ്ടി മുൾക്കിരീടം മെടഞ്ഞ പട്ടണം. രാഖി രാമായണം വന്ന് നിന്നെ അറസ്റ്റ് ചെയ്ത് പൊക്കിയെടുത്ത് അതേ കിദ്രോൻ താഴ്വരയിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയ പട്ടണം. കയ്യഫാവിന്റെ കൊട്ടാരത്തിലേക്ക് നിന്നെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ 6 അടി 3 ഇഞ്ച് ഉയരമുള്ളതായി നിന്റെ തല ഇടിച്ചിടിച്ച് ആർച്ചിൽ നിന്റെ തല ഉടയ്ക്കപ്പെട്ടതായ ഒരു പട്ടണം. ആ കുടികൾ താഴ്ത്തിക്കിട്ട് പിന്നത്തേതിൽ വലിച്ചു കയറ്റി നിന്നെ അടിച്ച് തകർത്ത പട്ടണം. പല്ല് തേക്കാതെ സ്തോത്രം 600 പടയാളികൾ നിന്നെ തുപ്പി നാട്ടിയ പട്ടണം. 1200 മീറ്റർ സ്വന്തം അമ്മയ്ക്ക് പോലും കണ്ടാൽ ഇതെന്റെ മകനെന്ന് തിരിച്ചറിവാൻ കഴിയാത്ത ക്രമത്തിൽ തകർന്നു നിന്ന് നിന്നെ ക്രൂശി ചുമപ്പിച്ച പട്ടണം. 2 കള്ളന്മാർ നടുവിൽ 3 ആണികളിൽ ആകാശത്തിനും ഭൂമിക്കും മധ്യേ 6 മണിക്കൂർ നിന്നെ ക്രൂശിച്ച് നിർത്തിയ പട്ടണം. പിതാവായ ദൈവം പറഞ്ഞു, നിന്നെ കൊന്നുകളഞ്ഞ പട്ടണം, നിന്നെ അടക്കിയ പട്ടണം, നിന്നെ കുത്തിയ അവസരത്തുള്ളി രക്തം വരെ പുറത്തേക്കെടുത്ത പട്ടണം, നിന്നെ കല്ലറയിൽ വച്ചിട്ട് നീ പുറത്തു വരത്തില്ലെന്ന് ആഘോഷിച്ച പട്ടണം. പുറത്തു വന്നിട്ടും നിനക്കെതിരെ നിറം പിടിച്ച അപവാദ കഥകൾ അതേ പ്രചരിപ്പിച്ച പട്ടണം. നീതിയുടെ ദൈവം ഇപ്രകാരം പറഞ്ഞു, യെരൂശലേം പട്ടണം തന്നെ, യെരൂശലേം പട്ടണം തന്നെ നിന്റെ അതേ തലസ്ഥാനമായിരിക്കട്ടെ. അതേ യെരൂശലേം തന്നെ 1000 ആണ്ടേക്ക് നിന്റെ തലസ്ഥാനമായിരിക്കട്ടെ. അതേ യെരൂശലേം പട്ടണം തന്നെ 1000 വർഷത്തേക്ക് നിന്റെ തലസ്ഥാനമാകട്ടെ. ഇന്ന് രാത്രി നിനക്കുള്ള പ്രവചന ദൂത് ഇതാണ്. എവിടെയാണോ നിന്റെ തല കുനിയിപ്പിച്ചത്, എവിടെയാണോ നിനക്കെതിരെ പ്രശ്നമുണ്ടായത്, എവിടെയാണോ നിനക്കെതിരെ എല്ലില്ലാത്ത നാവ് കൊണ്ട് കള്ളപ്പിശാച് നിനക്കെതിരെ വർത്തമാനം പറഞ്ഞത്, എവിടെയാണോ
നിന്റെ രക്തക്കണ്ണുനീർ ചൊരിയിപ്പിച്ചത്, എവിടെയാണോ നിനക്ക് പ്രതിസന്ധി ഉണ്ടാക്കിയത്, പരിഹസിച്ചത്, എന്റെ ദൈവം പറയുന്നു അവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഓ പോരാ പോരാ, അവരുടെ നടുവിൽ ഞാൻ നിന്നെ മാനിക്കുവാൻ പോകുന്നു. ഈ മുന്നിലിരിക്കുന്ന ജനമാണെങ്കിലും പിന്നിലിരിക്കുന്ന അച്ഛന്മാരാണെങ്കിലും ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഏത് ഇടവകയാണോ, ഏത് ഡിസ്ട്രിക്റ്റ് ആണോ, ഏത് കമ്മിറ്റിയാണോ, ഏത് അച്ചാച്ചന്മാരാണോ, അണ്ണന്മാരാണോ നിന്നെ വേദനിപ്പിച്ചത്, അവരുടെ മുൻപിൽ ദൈവം നിന്നെ മാനിക്കുവാൻ പോകുന്നു. എന്റെ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഈ യോഗത്തിന്റെ അവസാന രാത്രി ഈ ഗ്രൗണ്ടിന്റെ നെടുകയും കുറുകയും ഒരു സ്കെയിലുമായി നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി പറയുന്നു, ശത്രുക്കളെ മുൻപിൽ നിന്റെ ശവപ്പെട്ടി അല്ല ഞാൻ വയ്ക്കുന്നത്, ശത്രുക്കളെ മുൻപിൽ നിന്റെ ശവപ്പെട്ടി അല്ല ഞാൻ വയ്ക്കുന്നത്, പകരം ശത്രുക്കളെ മുൻപിൽ ഞാൻ നിനക്കായി മേശ പണിയുകയാണ്. നിനക്കെതിരെ വാട കോരുന്നവരുടെ മുൻപിൽ, നിനക്കെതിരെ കുതികാൽ വെട്ടുന്നവരുടെ മുൻപിൽ അവന്റെ നാവിനെ മിണ്ടാതാക്കാൻ, പകയ്ക്കുന്നവരുടെ നാവിനെ മിണ്ടാതാക്കുവാൻ ഈ രാത്രി കർത്താവ് പറയുന്നു, കിഴക്ക് സൂര്യൻ ഉദിച്ച് പ്രകാശിക്കുന്ന പോലെ ദൈവത്തിന്റെ നീതി, സ്വർഗീയ നീതി, കർത്താവിന്റെ നീതി, ദൈവിക നീതി, യേശുവിന്റെ നീതി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്. ഹല്ലേലൂയ. പോരാ, ശക്തിയോടെ ഹല്ലേലൂയ. കാരണം അവൻ നീതിയുടെ രാജാവത്രേ, അവൻ നീതിയുടെ രാജാവത്രേ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്ക് ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കായി കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജജിൽ നിന്നെ കയറ്റി, നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ജജിൽ നിന്നെ കരങ്ങളടിച്ച് ഞാൻ യഹോവയ്ക്കായി പാടുക. കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കാത്തല്ലോ, അവനെങ്കിലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നോ കുഴഞ്ഞ ചെറ്റി നിന്നെ കയറ്റി, നാശകരമായ കുഴിയിൽ നിന്നു കുഴഞ്ഞ ചെറ്റി നിന്നെ കരങ്ങളടിച്ചു പാടിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈയുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. എൻ കാരുകളെ ആറിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരം. എല്ലാവരും ചേർന്ന് എൻ കാരുകളെ ആറിൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എന്റെ യേശുവിന്. യേശു നല്ല
യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. വെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഈ രാത്രി വെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ന്യായവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ന്യായവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും അവസരമേറിക്കൽ കൂടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. He is the King of peace. And not only that, he is the King of righteousness. അവൻ സമാധാനത്തിന്റെ ദൈവം മാത്രമല്ല, അവൻ നീതിയുടെ ദൈവം. എത്ര വലിയ ശത്രു, എത്ര വലിയ ശക്തനാണെങ്കിലും, ശത്രു എത്ര വലിയ ഗൂഢാലോചന വിദഗ്ധനാണെങ്കിലും, സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം ഇന്ന് രാത്രി ഒരു നെല്ല് വിതയ്ക്കുന്നത് പോലെ കെടാത്ത ദൈവത്തിൻ്റെ വചനം ഈ സഭയുടെ മേൽ, ഈ ജനത്തിന്മേൽ ഞാൻ വിതയ്ക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ വിതയ്ക്കുകയാണ്, ഈ ദൂത് വിതയ്ക്കുകയാണ്. ഈ ദൂത് ഈ അച്ഛന്മാരുടെ ശുശ്രൂഷയിൽ ഞാൻ വിതയ്ക്കുകയാണ്. ഈ ദൂത് ഇത് രാത്രി ഞാൻ വിതയ്ക്കുകയാണ്. അല്ലെങ്കിൽ എവിടെയാണോ നീ തകർന്നത്, എവിടെയാണോ നീ അവഹേളിക്കപ്പെട്ടത്, എവിടെയാണോ മനുഷ്യർ നിന്നെ കൊച്ചാക്കി കണ്ടത്, എവിടെയാണോ നിനക്കെതിരെ കുതികാൽ വെട്ടിയത്, അപവാദം പറഞ്ഞത്, ഭീഷണി മുഴക്കിയത്, എവിടെയാണോ നിനക്കെതിരെ വാട കോരിയത്, വേലി കെട്ടിയത്, അവരുടെ മുൻപിൽ എൻ്റെ ദൈവം പറയുന്നു, നീതി, ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിൻ്റെ നീതിയെ, ദൈവത്തിൻ്റെ നീതിയെ കർത്താവ് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന വിശ്വസിക്കുന്ന രണ്ട് കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ ജീവനുള്ള എല്ലാവരും കരങ്ങളടിക്ക്. ഞങ്ങൾ മെശിഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു. അർത്ഥം അഭിഷിക്തൻ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, രാജക്കന്മാരെ അഭിഷേകം ചെയ്തവൻ, സമാധാനത്തിൻ്റെ രാജാവ്, നീതിയുടെ രാജാവ്. ഇപ്രാവശ്യം അവസാനമായ 24-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഓ ലിഫ്റ്റ് അപ്പ് യുവർ ഗേറ്റ്സ്, ഓ ലിഫ്റ്റ് അപ്പ് യുവർ എവർലാസ്റ്റിംഗ് ഡോർസ്, so that the King of glory shall come in. മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രവചിക്കാം. പ്രാവൂര്, ചന്ദ്രമംഗലത്ത്, മണ്ഡലത്തങ്കടവ്, മംഗലക്കല്, കുരുതങ്കോട്, ഈ പ്രദേശങ്ങൾ മുഴുവൻ അടഞ്ഞു കിടക്കുന്ന സകല മണ്ഡലങ്ങളെ നോക്കി ഇന്ന് രാത്രി ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വാളാകുന്ന ദൈവവചനം പുറത്തെടുത്ത് നൂറ്റാണ്ടുകളായി കാവൽ നിൽക്കുന്ന ദുർഭൂത മൂർത്തികളെ വെട്ടിമാറ്റി ഈ രാത്രി നമുക്ക് പ്രവചിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. വലത് കരങ്ങളെ ഉയർത്തിയാട്ട് ശബ്ദമുയർത്തി പറ, വായു തുറന്ന് പറ, വാതിലുകളെ പോരാ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പറഞ്ഞേ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി പറഞ്ഞേ, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മൂന്നാമതായി അവൻ മഹത്വത്തിന്റെ രാജാവ്. ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്നതുപോലെ, ഒരു പക്ഷിക്ക് രണ്ട് ചിറകുകൾ എന്നതുപോലെ മഹത്വത്തിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, ദൈവത്തിന് കൊടുക്കുന്ന മാനം,
ദൈവത്തിന് കൊടുക്കേണ്ട മാനം പള്ളിക്കും പട്ടക്കാരനും പ്രാസിംഗനും കൊടുക്കല്ല. ദൈവത്തിന് കൊടുക്കേണ്ട മാനം ദൈവത്തിന് തന്നെ കൊടുക്കണം. കാരണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തിനും വിട്ടുകൊടുക്കത്തില്ല. ദൈവത്തിന് മഹത്വം രോഗശാന്തിക്കും അന്യഭാഷയ്ക്കും ഉപദേശങ്ങൾക്കും കൊടുക്കരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് തന്നെ ആയിരിക്കട്ടെ. ഓ സ്തോത്രം. ദൈവത്തിന് കൊടുക്കേണ്ട മാനം ദൈവത്തിന് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യമാകുന്ന മഹത്വം ഇറങ്ങി വരുന്ന, ഭൂമിയിൽ നിന്ന് മഹത്വം പോകുന്ന, സ്വർഗത്തിൽ നിന്ന് മഹത്വം ഇറങ്ങി വരുന്ന കണ്ടാട്ടെ. ഭൂമിയിൽ നിന്ന് മഹത്വം കയറുന്നു, സ്വർഗത്തിൽ മഹത്വം ഇറങ്ങുന്നു. ഭൂമിയിൽ നിന്ന് മഹത്വം ഉയരുന്നു, സ്വർഗത്തിൽ നിന്ന് മഹത്വം ഇറങ്ങുന്നു. ഓ നിങ്ങൾക്ക് മനസ്സിലായില്ല? ഭൂമിയിൽ നിന്ന് സ്തുതിയിലും പാട്ടിലും പ്രാർത്ഥനയിലും മഹത്വം ഉയരുന്നു, സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വത്തിന് മേഘം ഇറങ്ങുന്നു. കയറുകയും ഇറങ്ങുകയും ചെയ്യട്ടെ. ഇന്ന് രാത്രി മുതൽ ഈ മീറ്റിംഗ് നിമിത്തം ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ആ തുന്നതകളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം, ഭൂമിയിൽ നിന്ന് ഓരോ കുടുംബങ്ങളിൽ നിന്ന് ഓരോ വ്യക്തികളിൽ നിന്ന് ദൈവത്തിനായി മഹത്വം, സ്തോത്രമായി, സ്തുതിയായി, ആരാധനയായി ഭൂമിയിൽ നിന്ന് ഉയരട്ടെ. ഭൂമിയിൽ നിന്ന് മഹത്വം ഉയരുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവമഹത്വം ഇറങ്ങി വരാം. ആ മഹത്വം നിന്റെ മേൽ വസിക്കും. പഴയ നിയമകാലത്തിൽ ഹോരേബ് പർവ്വതത്തിൽ അല്ലെങ്കിൽ സീനായ് മലയിൽ മഹത്വം ഇറങ്ങി വസിച്ചു. പഴയ നിയമകാലത്തിൽ സമാഗമന കൂടാരത്തിലും ശലോമോൻ യഹോവയ്ക്ക് വേണ്ടി നിർമ്മിച്ച ആലയത്തിലും മഹത്വം ഇറങ്ങി വസിച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ പുറത്തല്ല മഹത്വം. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലത്രേ. കൊലോസ്യർ 1:27 പറയുന്നു, ക്രൈസ്റ്റ് ദ ഹോപ്പ് ഗ്ലോറി ഈസ് ഇൻ യു. മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലത്രേ. മഹത്വം നിന്റെ ഉള്ളിലത്രേ. അതുകൊണ്ട് മഹത്വം നമ്മുടെ ഉള്ളിലായി കൊണ്ട് കേൾക്കണം. മഹത്വം ചുമന്ന് നടക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. മഹത്വം ചുമന്നാണ് നാം നടക്കുന്നത്. ദൈവ മഹത്വം ചുമന്ന് നടക്കുന്നു. ശാപമല്ല ചുമക്കേണ്ടത്, ക്യാൻസർ അല്ല ചുമക്കേണ്ടത്, പ്രശ്നവും കണ്ണുനീരും വ്യഥയും ഡിപ്രഷൻ നിരാശയല്ല നീ ചുമക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം ചുമന്ന് നടക്കുവാൻ ദൈവം വിളിച്ചിരിക്കുന്നു. കേൾക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറ. നിങ്ങൾ ചോദിക്കാം, സുരേഷ് ബ്രദർ, മഹത്വം ചുമന്ന് നടന്നാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം മഹത്വം ചുമന്ന് നടന്നാൽ, ദൈവ മഹത്വം ചുമന്ന് നടന്നാൽ ഒരു വാതിലിനും ഒരു വാതായനത്തിനും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. മഹത്വം ചുമക്കുന്നു ഒരു വാതിലും നിന്റെ മുൻപിൽ അടയുവാൻ കഴിയത്തില്ല. നിന്റെ പൂർവികരുടെ മുൻപിൽ അടഞ്ഞതായ സകല വാതിലുകളും ദൈവ മഹത്വമുള്ളതായ നിന്റെ മുൻപിൽ യേശുവിന്റെ നാമത്തിൽ മഹത്വത്തിന് തുറക്കപ്പെടുക. ഉദാഹരണമായി കർത്താവ് യേശുവിന്റെ കാലത്ത് യെരൂശലേം പട്ടണത്തിന് ഉള്ളിലേക്ക് ഒരൊറ്റ കഴുതിയെ പോലും സ്തോത്രം അതെ കയറുവാൻ സമ്മതിക്കത്തില്ല. യെരൂശലേം പട്ടണത്തിന് പാരമ്പര്യപ്രകാരം 12 വാതിലുണ്ടായിരുന്നു. ആ 12 വാതിലുകൾ ഒരൊറ്റ സ്തോത്രം കഴുതിയെ പോലും അതിനകത്തേക്ക് പ്രവേശിപ്പാൻ അവർ സമ്മതിച്ചിരുന്നില്ല. എന്നാൽ നോക്കണമേ, ഒരു ദിവസത്തിൽ സ്തോത്രം ഇതാ ഒരു കഴുത വരികയാണ്. എല്ലാവരും വിചാരിച്ചു ആ കഴുതയെ കഴുത്തടിച്ച് കൊന്നുകളയും. ഓ കഴുതയെ ആ പട്ടണത്തിനുള്ളിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ കഴുത്തിനെ ഒടിച്ച് കൊന്നുകളയും. എല്ലാവരും വിചാരിച്ചു ഈ കഴുത സ്തോത്രം കഴുത്തൊടിയപ്പെടുവാൻ വേണ്ടി പോകുന്നു. പക്ഷേ ആ കഴുത ഒറ്റയ്ക്കല്ല വന്നത്. ആ കഴുത മറ്റൊരുത്തനെ ചുമന്നിട്ടാണ് വന്നത്. മഹത്വത്തിൻ്റെ രാജാവിനെ ചുമന്നാണ് ഈ കഴുത വന്നത്. ചരിത്രത്തിൽ ആദ്യമായി മറ്റ് കഴുതകളുടെ മുൻപിൽ പട്ടണവാതിൽ അടയ്ക്കപ്പെട്ടെങ്കിൽ ഈ കഴുതയുടെ മുൻപിൽ പട്ടണവാതിൽ തുറക്കപ്പെട്ടു. മറ്റാരുടെ മുൻപിൽ തുറക്കപ്പെടാത്ത വാതിൽ ഈ കഴുതയുടെ മുൻപിൽ തുറക്കപ്പെട്ടു. മറ്റാരും നടക്കാത്ത വഴിയിലൂടെ ഈ കഴുത നടക്കുവാൻ തുടങ്ങി. മറ്റാരും ആ പട്ടണത്തിന്റെ ഉൾവശം കണ്ടിട്ടില്ല. ഒരു കഴുതകളും ആ പട്ടണത്തിന് ഉൾവശം കണ്ടിട്ടില്ല. എന്നാൽ ഈ കഴുത ആ പട്ടണത്തിന് അകം കാണുവാൻ തുടങ്ങി. ആ കഴുതയെ പിടിച്ചു നിർത്തിയാൽ അതിന് പറയാനൊരു സാക്ഷ്യമുണ്ട്. എന്റെ പൂർവ്വപിതാക്കന്മാരുടെ മുൻപിൽ തുറക്കാത്ത വാതിൽ എന്റെ മുൻപിൽ ഇതാ തുറക്കപ്പെട്ടിരിക്കുന്നു. മറ്റാരും നടക്കാത്ത വഴിയിലൂടെ ഞാനിതാ നടക്കുന്നു. മറ്റാരും കാണാത്തത് ഞാനിതാ കാണുന്നു. ഈ തലമുറയിൽ നിങ്ങൾക്കുള്ള ദൂതി ഞാൻ പറയട്ടെ. നീ ചുമക്കേണ്ടത് സംഘടനയല്ല, നീ ചുമക്കേണ്ടത് ലോബിയല്ല. ഓ ഒന്ന് മാത്രം ഈ തലമുറയിൽ നമ്മൾ ചുമക്കും. ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന, ദൈവത്തിന്റെ പ്രസൻസ് ആകുന്ന, ദൈവത്തിന്റെ സാന്നിധ്യമാകുന്ന ദൈവമഹത്വം ഈ തലമുറകൾ ചുമന്നാൽ നൂറ്റാണ്ടുകളായി ഭാരതത്തിന്റെ സഭയിൽ, ലോക സഭയിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ആർക്കും അടയ്ക്കാതെ വണ്ണം ദൈവമായി കർത്താവ് തുറക്കുവാൻ വേണ്ടി പോകുന്ന ദൈവ സാന്നിധ്യമുള്ളവന്റെ പേരാണ് അഭിഷിക്തൻ. ദൈവ സാന്നിധ്യമുള്ളവന്റെ പേരാണ് അഭിഷിക്തൻ. കേൾക്കണം, ദൈവ സാന്നിധ്യം ആരേലും ഉണ്ടോ? ദൈവ സാന്നിധ്യമുള്ളവന്റെ പേരാണ് അഭിഷിക്തൻ. കോരേശ് സ്തോത്രം, അതേ കോരേശ് എന്റെ അഭിഷിക്തൻ എന്ന് കർത്താവ് പറയുന്നു. വേദപുസ്തകം പറയുന്നു, ഇരുമ്പോടാമലകളെ തകർക്കേണ്ടതിന്, താമ്രഭിത്തികളെ ഉടയ്ക്കേണ്ടതിന് നിനക്ക് മുൻപായി ഞാനിതാ പുറപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ വലിയ വിലയേറിയ വ്യാപാരം
ഈ ഗ്രൗണ്ടിലുണ്ട്. ഇന്ന് രാത്രിയിലും നൂറുകണക്കിന് വ്യക്തികൾ ജീവിതത്തിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അന്യഭാഷകൾ സംസാരിപ്പാൻ വേണ്ടി പോകുന്നു. ഇന്ന് രാത്രിയിലും അടയ്ക്കപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കുവാൻ പോകുന്നു. തുള്ളനും വെട്ടിക്കിളിയും പച്ചപ്പുഴും വിട്ടിലും തിന്ന് നശിപ്പിച്ചതിന് 7 മടങ്ങായി God of compensation, അതേ നഷ്ടപരിഹാരത്തിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തിരികെ നൽകുവാൻ പോകുന്നു. വാതിലുകൾ തുറക്കട്ടെ. മേലെ ആകാശത്തിൽ കാർമേഘങ്ങളെ കൂട്ടിയിടിപ്പിച്ച് താഴെ ഭൂമിയിൽ താഴ്വര ഉറവകളെ തുറക്കുന്നവനായ ദൈവം സ്വർഗ സിംഹാസനത്തിൽ നിന്റെ വചനമാകുന്ന ആ ഗംഭീരനാദത്തെ അയച്ച് ജീവിതത്തിന്റെ താഴ്വരകളിലൂടെ കടന്നു പോകുന്നവരെ ഒരു പിശാചിനും ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാത്ത ഉറവകളെ, ആത്മീയ ഉണർവിന്റെ ഉറവകളെ, അഭിഷേകത്തിന്റെയും കൃപാവരങ്ങളുടെ ഉണർവിന്റെ ഉറവകളെ ഇന്ന് രാത്രി തന്റെ നാമത്തിന്റെ മഹത്വത്തിന് തുറക്കുകയാണ്. വിശ്വസിക്കുന്നവരുടെ ശബ്ദം ഉയർത്തി ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞാട്ടെ. മഹത്വം കൊടുത്താട്ടെ. പോരാ, മഹത്വം കൊടുത്താട്ടെ. മഹത്വത്തിന്റെ രാജാവിന് മഹത്വം കൊടുത്താട്ടെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ. പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കുമാറാകട്ടെ. ഓ യുവ സഹോദരി സഹോദരന്മാരെ, നിന്റെ പൂർവ്വ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തത് നീ കാണുവാൻ വേണ്ടി പോകുന്നു. IPS ആണോ, IAS ആണോ, IFS ആണോ, യേശുവിന്റെ നാമത്തിൽ ഈ തലമുറയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്. അബ്രഹാം കാണാത്തത് ഇസ്ഹാക്ക് കണ്ടു, ഇസ്ഹാക്ക് കാണാത്തത് യാക്കോബ് കണ്ടു, യാക്കോബിന് സ്വപ്നം കാണാൻ കഴിയാത്തത് യോസേഫ് പ്രാപിച്ചു എങ്കിൽ 10ാം ഐക്യ കൺവെൻഷന് കൂടിയിരിക്കുന്ന യുവ സഹോദരങ്ങൾ നോക്കി നിന്റെ പൂർവ്വ പിതാക്കന്മാർ കണ്ടിട്ടില്ലാത്തത്, കൈകാര്യം ചെയ്തിട്ടില്ലാത്തത് സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവകൃപയാൽ, ദൈവത്തിന്റെ മഹത്വത്തിനായി വെളിപ്പെടുമാറാകട്ടെ. മഹത്വം. കരങ്ങൾ ഉയർത്തി പറഞ്ഞോട്ടെ. മഹത്വം. എഴുന്നേറ്റ് നിൽക്കുമോ? കൺക്ലൂഡ് ചെയ്ത് ഞാൻ ചില കാര്യം കൂടെ പറയട്ടെ. ഓ സ്തോത്രം. അതേ ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ മമ്മി പാടുന്നതായി ഒരു പാട്ടുണ്ട്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. യേശുവിനു മഹത്വം, യേശുവിനു മഹത്വം, കുരിശിലെ യേശുവിനു മഹത്വം. നിങ്ങൾക്കറിയാം, ചേർന്ന് പാടിയാണ് എല്ലാവരും ചേർന്ന്. യേശുവിനു മഹത്വം. Come on everybody. യേശുവിനു മഹത്വം, കുരിശിലവൻ മരിച്ച് യേശുവിനു മഹത്വം. Beautiful. One more time. യേശുവിനു മഹത്വം. മഹത്വത്തിന്റെ രാജാവ് കേൾക്കട്ടെ. യേശുവിനു മഹത്വം, കുരിശിലവൻ മരിച്ച് യേശുവിനു മഹത്വം. ഒരിക്കൽ കൂടെ. യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ച് യേശുവിനു മഹത്വം. രണ്ട് കരങ്ങൾ ഉയർത്തി ചേർന്ന് പാടുമോ? യേശുവിനു മഹത്വം. ശക്തിയോടെ. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ച് യേശുവിനു മഹത്വം. യേശുവിനു മഹത്വം. കുരിശിലവൻ മരിച്ച് യേശുവിനു മഹത്വം. മഹത്വം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. മഹത്വം
ദൈവ സാന്നിധ്യമാണ്. ഞാൻ രാത്രി ഇവിടെ വന്നപ്പോൾ എൻ്റെ കൈയും കാലും ഒക്കെ കൊണ്ടാ വന്നേ. ഞാൻ വന്ന് അച്ഛനെ നോക്കി, സെൽവണിയാച്ചോ എൻ്റെ നാക്കിനെ എടുക്കാൻ മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ ചെവിയെ കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് ഞാൻ പറഞ്ഞില്ല. മഹത്വം ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനാണ് മഹത്വം. ദൈവത്തിന് എന്തൊക്കെയുണ്ടോ അത് മുഴുവനുമായിട്ടാണ് നിന്നിൽ മഹത്വം ഇറങ്ങി വരുന്നത്. ദൈവത്തിൻ്റെ പകുതിയല്ല നിന്നിൽ ഇറങ്ങുന്നത്, ദൈവത്തിൻ്റെ പൂർണ്ണതയത്രേ നിന്നിൽ വെളിപ്പെടുന്നത്. ദൈവസഭ അംഗവൈകല്യത്തിൻ്റെ കൂമ്പാരമല്ല. ദൈവസഭയിൽ ഇന്നു മുതൽ വെളിപ്പെടേണ്ടത് ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയത്രേ നിന്നിൽ വെളിപ്പെടേണ്ടത്. മഹത്വം 4000 വർഷങ്ങൾക്ക് മുമ്പ് മുൾപടർപ്പിലുണ്ടായിരുന്നു. മുൾപടർപ്പിൽ മഹത്വം വെളിപ്പെട്ടപ്പോൾ ജനം വിടുവിക്കപ്പെട്ടു. മഹത്വമുള്ളിടത്ത് വിടുതലുണ്ട്. മഹത്വമുള്ളപ്പോൾ ചെങ്കടൽ ഇതാ രണ്ടായി. മഹത്വമുള്ളിടത്ത് ആരും നടക്കാത്ത വഴിയുണ്ട്. മഹത്വമുള്ളിടത്ത് ആരും ഭക്ഷിക്കാത്ത ആഹാരമുണ്ട്. മഞ്ഞ പൊഴിയുകയാണ്. മഹത്വമുള്ളിടത്ത് വിടുതലുണ്ട്. ആരും നടക്കാത്ത വഴിയുണ്ട്. മഹത്വമുള്ളിടത്ത് ആർക്കുമില്ലാത്തതായ സ്തോത്രം ആഹാരമുണ്ട്. മഹത്വമുള്ളിടത്ത് വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് തേഞ്ഞില്ല. മഹത്വമുള്ളിടത്ത് ദൈവത്തിൻ്റെ കരുതലുണ്ട്. മരുഭൂമിയിലൂടെയാ പോകുന്ന, പക്ഷെ ആരെയും തേള് കുത്തിയില്ല, പാമ്പ് കടിച്ചില്ല. മഹത്വമുള്ള ജനത്തിന് സംരക്ഷണയുണ്ട്. മഹത്വമുള്ളവർക്ക് സംരക്ഷകർ. മഹത്വമുള്ളതായ ജനത്തിൽ ഒരുത്തൻ പോലും ബലഹീനനായി തീർന്നില്ല. മഹത്വമുള്ളിടത്ത് ഇന്ന് രാത്രിയും ആരോഗ്യമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലും മഹത്വം ഇവിടെ ഉള്ളത് കൊണ്ട് ആരോഗ്യമുണ്ട്. മഹത്വമുള്ളതായ ജനത്തിന് നടുവിൽ പാറ തീക്കൽ പാറ അവർക്ക് വെള്ളം കൊടുക്കുകയാണ്. കാടപ്പക്ഷി അവരുടെ അടുക്കലേക്ക് വരികയാണ്. മഹത്വമുള്ളിടത്ത് സ്തോത്രം ഇതാ അവർ പട്ടിണിയില്ല. മഹത്വമുള്ളിടത്ത് ഡെയിലി അവർ ദൈവ ശബ്ദം കേൾക്കുകയാണ്. മഹത്വമുള്ളിടത്ത് ഡെയിലി അവർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുകയാണ്. മഹത്വമുള്ളിടത്ത് സമാഗമന കൂടാരം അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, യോസഫ് ആരും വയ്ക്കാത്ത, ആരും പണിയാത്ത സമാഗമന കൂടാരം പണിയുകയാണ്. അർത്ഥം സ്തോത്രം SIUC കമ്മ്യൂണിറ്റി കേൾക്കട്ടെ. കഴിഞ്ഞ തലമുറയിൽ സ്തോത്രം മോശവല്ലസന ശാസ്ത്രിയാരോ സാധു സുന്ദർസിംഗോ വലിയ കുഞ്ഞപ്പിയോ കൊച്ചു കുഞ്ഞപ്പിയോ കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന ദൈവദാസന്മാർ പണിയാത്ത വലിയ ദൈവ മഹത്വത്തിന്റെ ശുശ്രൂഷയുടെ പണി ഈ തലമുറ ദൈവത്തിന്റെ കൃപയാൽ വെളിപ്പെടും. കാരണം ഇത് സാധാ തലമുറയല്ല, ഇത് മഹത്വത്തിന്റെ തലമുറയാണ്. കരങ്ങളടിക്കേണ്ടവർ നേരെ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിച്ച്. The glory cloud is saturating over this place tonight in Jesus' name. ദൈവത്തിന്റെ മഹത്വത്തിന് മേഘം ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഇന്ന് രാത്രി ഇവിടെയുണ്ട്. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം മഹത്വം എവിടെയുണ്ടോ അത് കുറയുന്ന മഹത്വമല്ല. ദൈവത്തിന്റെ മഹത്വമാണോ അത് കുറയുന്നതല്ല. സംഘടനയുടെ ഒരുപക്ഷെ കുറയുമായിരിക്കാം, മാനുഷികമായിട്ടുള്ളത് നിലനിൽക്കത്തില്ലായിരിക്കാം. പക്ഷേ ഹബക്കൂക്ക് പറയുന്നു 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ, The latter glory shall be so greater than the former glory. ഈ ആലയത്തിന് വരുവാനുള്ള മഹത്വം മുൻപത്തെ മഹത്വത്തെക്കാൾ വലിയതത്രേ. കഴിഞ്ഞ തലമുറയിൽ ജീവിച്ചിരുന്ന സ്തോത്രം ദൈവദാസന്മാർ കണ്ടിട്ടില്ലാത്ത വലിയ മഹത്വം, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ദൈവഭക്തന്മാർ കൊണ്ട് നടക്കാത്ത വലിയ മഹത്വം, എവർ ഇൻക്രീസിംഗ് ഗ്ലോറി, എന്നെന്നും വർദ്ധിക്കുന്ന മഹത്വമായി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പോകുക. എത്ര പേർ കരങ്ങൾ ഉയർത്തി പറയുന്നു, അതേ കർത്താവേ, ആ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് പറയുന്നവർ വലത് കരങ്ങളെ ഉയർത്തിയാടെ.